ഏത് പ്രായം തൊട്ടാണ് ഈ ആത്മീയ യാത്ര തുടങ്ങുന്നത്? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് എപ്പോഴു മുതലാണ് ഈ ഒരു തുടക്കം എന്നുള്ളത്. ആധ്യാത്മികതയുടെ ഒരു ബേസ് എന്ന് വെച്ചാൽ നമ്മൾ ശരീരമല്ല, സോളാണെന്നാണ്. അപ്പോൾ ഈ സോളിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന വയസ്സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഇൻഫിനിറ്റായിട്ട് ഇരിക്കുന്ന ഒരു ഫാക്റ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ പ്രായം ഇവിടെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമ്മളൊരു ഭൗതിക വ്യവഹാരത്തിൽ കൂടി നോക്കുമ്പോൾ നമ്മൾ ജനിച്ചു, വളർന്നു, ഇപ്പോഴും ഇന്ന ഏജാണ് എന്നുള്ള രീതി നോക്കുമ്പോൾ ഒരു ഇൻസെർച്ച് ശൈശവം മുതലേ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ബേസിക്കലി സഹോദരന്മാരെ വെച്ച് നോക്കുമ്പോഴും ഫ്രണ്ട്സുകാരെ വെച്ച് നോക്കുമ്പോഴും കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിരുന്നു. ആ ഒരു ഉൾവലിവ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഭൗതികതയിലോട്ട് അധികം നോക്കുന്നില്ല എന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ആ ഒരു ബേസ് വെച്ച് നോക്കുമ്പോൾ സ്കൂൾ ടൈമിലെ ഇതിൻ്റെ ഒരു തുടക്കം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ വളർന്ന് 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 നമ്മൾ വളരുമ്പോൾ അതും വളർന്നു, അങ്ങനെ കണക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. എപ്പോൾ തൊട്ടാണ് ഈ അവധൂത്ജി എന്നുള്ള ഒരു പേരിൽ? നമ്മുടെ പൂർണ്ണമായിട്ടുള്ള പേര് അവധൂത് ഗുരുപ്രസാദ്, ഇപ്പോഴറിയപ്പെടുന്ന അവധൂത് ഗുരുപ്രസാദ് എന്നാണ്. എന്നാൽ അച്ഛനും അമ്മ ഇട്ട പേരെന്ന് പറയുന്നത് ഗുരുപ്രസാദ് എന്നാണ്. ഇപ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, സ്പിരിച്വലോട്ട് വന്നപ്പോൾ ഈ മൊത്തത്തിലുള്ള പേര് മാറ്റിയോ എന്നുള്ളത്. അങ്ങനെയല്ല, ഗുരുപ്രസാദ് എന്നുള്ളത് തന്നെയാണ് ബേസിക്കിലുള്ള പേര്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇൻസെർച്ച് ഉള്ളിൽ കിടക്കുന്നത് കാരണം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം, ബികോമിന് പഠിക്കുന്ന സമയത്ത് പൂന്തറ സ്വാമികളായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പൂന്തറയിൽ ഒരു അവധൂതാവസ്ഥയിലുള്ള ഒരു സിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പോകും, ഇവിടെ പോയി അങ്ങനെ നിൽക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സംസാരിക്കില്ല, ആരോടും സംസാരിക്കില്ല. വളരെ ക്വയറ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇടയ്ക്ക് ആൾക്കാരിങ്ങനെ കൂടി വരുന്ന സമയത്ത് കടന്നു പോകുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യത്തിൽ പറയും. ആ ഒരു ടോക്കല്ലാതെ അദ്ദേഹം ആരോടും സംസാരിക്കുകയില്ല, ഭക്ഷണം കഴിക്കുകയില്ല, ചായ മാത്രം കുടിക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് വളരെ ക്യൂരിയോസിറ്റി ആയിരുന്നു. കാര്യം നമ്മൾ ഇതുവരെ കണ്ട ഒരു മനുഷ്യരും അല്ലെങ്കിൽ ആധ്യാത്മികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായിട്ടുള്ള, പൊതുമധ്യത്തിൽ വരാതെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ അങ്ങനെ ഇരിക്കും, വെയിലത്തും മഴയത്തും അങ്ങനെ ഇരിക്കും. അങ്ങനത്തെ അദ്ദേഹം ഭയങ്കരമായിട്ട് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബേസിക്കലി പ്രത്യേകിച്ച് ആചാരാനുഷ്ഠാനങ്ങളിലോട്ട് പോയിട്ടില്ലാത്തത് കാരണം ഒരു ഇന്നർ സൈലൻസും ധ്യാനവും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥയും നമുക്ക് ഭയങ്കരമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റി. അത് കാരണം രമണ മഹർഷി അതുപോലത്തെ മറ്റ് സയൻസുകളെയൊക്കെ വളരെ എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റി. കാര്യം അവരെല്ലാം ഇതേ രീതിയാണ്. അപ്പം ബുദ്ധനിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റി, ജിഡ്ഡു കൃഷ്ണമൂർത്തിയിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റി, ഓഷോയിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ കണക്ഷൻ നമുക്ക് ആ മെഡിറ്റേഷൻ റിലേറ്റിൽ കിട്ടി. അപ്പോൾ പറഞ്ഞു വന്നത്, ആ തക്കല സ്വാമി, അദ്ദേഹത്തിൻ്റെ പൂന്തറ സ്വാമിയുടെ പേര് തക്കല സ്വാമി എന്നാണ്. രണ്ടാമത് വന്ന ആൾ തക്കല സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇഷ്ടംപോലെ സിദ്ധന്മാരും സന്യാസിമാരും അവധൂതന്മാരും വരാറുണ്ട്. അവിടെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു അവധൂതനാണ് അവധൂത് വിശ്വനാഥ്. അപ്പം അദ്ദേഹം നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും പേര് ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ നമ്മൾ ഗുരുപ്രസാദ്, സ്കൂളിൽ ഇട്ട പേര് അതാണല്ലോ, സ്കൂളിൽ വിളിക്കുന്നത് ഗുരുപ്രസാദ്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ധ്യാനമാണ് റൂട്ട്, അവധൂത് ഗുരുപ്രസാദ് അദ്ദേഹമാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്. അപ്പം അങ്ങനെ ആണ് അവധൂത് ഗുരുപ്രസാദ് എന്നുള്ള വിളി. ആ ഒരു അന്വേഷണത്വര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആ അന്വേഷണത്വര എന്ന് പറയുന്നത് എവിടെ നിന്ന്, മീൻസ് ഇപ്പോൾ എന്തായിരുന്നു ആദ്യത്തെ അന്വേഷണം? ഒരു ക്വസ്റ്റ്യൻ മാർക്കോടെ കൂടെ ആയിരിക്കുമല്ലോ എല്ലാവരുടെ അന്വേഷണം ആദ്യം തുടങ്ങുന്നത്. അപ്പം എന്തായിരുന്നു ആ അന്വേഷണം? സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഒക്കത്തിരിക്കുന്ന സമയത്ത്, അമ്മ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന സമയം ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ കാക്കയെ കാണെങ്കിൽ അത് എന്താണെന്ന് ചോദിക്കും.
അപ്പോൾ ഇത് സഹജമായിട്ട് എല്ലാവരിലും ഉള്ള ഒരവസ്ഥയാണ് മറ്റൊന്നിനെ അറിയുക എന്നുള്ളത്. അപ്പോൾ ആ എല്ലാ ചോദ്യങ്ങളിലും സംഭവിക്കുന്നത് എന്താണ്? എന്നിൽ നിന്ന് സെപ്പറേറ്റായിട്ട് നിൽക്കുന്ന ഒന്നിനെ എനിക്കറിയണം ഒരു ത്വരയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും സഹജമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ അറിയും തോറും ഇതൊരു നോളജായിട്ട് നമ്മൾ നിൽക്കും. ഓരോ സാധനങ്ങൾ അറിയും തോറും അപ്പോൾ അതിൽ ഇഷ്ടക്കേടും വരും. അപ്പോൾ ഇഷ്ടം വന്നാൽ അത് സ്വന്തമാക്കണമെന്ന് തോന്നും, ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോകേണ്ടെന്ന് തോന്നും. അപ്പോൾ ഒരു അക്സെപ്റ്റൻസും റിജക്ഷൻസും വരും ആ അന്വേഷണവും ആ അറിവിൽ നിന്നും. ഇതാണ് പൊതുവേ നമ്മൾ ലോകമായിട്ട് ബന്ധപ്പെടുത്തി വയ്ക്കുന്നത്. അപ്പോൾ അവിടെ ഒരു അന്വേഷണം വരുന്ന സമയത്ത് തന്നെ അവിടെ ഇൻഡയറക്റ്റായിട്ട് നടക്കുന്നത് എന്താണ്? ഞാൻ വേറെ, അന്വേഷിക്കുന്ന ഒന്ന് വേറെ. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻസ്, ഇഷ്ടക്കേട്, അങ്ങനെയാണ് ഈ ലോക വ്യവഹാരത്തിൽ നമ്മളിങ്ങനെ പെടുന്നത്. ഞാൻ വേറെ, ഇത് വേറെ, അതായിട്ട് ഞാൻ കണക്റ്റ് ആവുന്നു, റിജക്റ്റ് ആവുന്നു, ഈ പറയുന്ന കാര്യങ്ങൾ പോകും. അപ്പോൾ ഈ ഓരോ നോളജും നമുക്ക് ഓരോ ഫയൽസ് തരുന്നു, അതനുസരിച്ച് ബോണ്ടിങ്ങും തരും. ഇതിങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ലോകമെന്ത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായി. ഇതെങ്ങനെ ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്നു, ഇതിൻ്റെ എൻഡിങ് എന്താണ്? അപ്പോൾ ആ എൻഡിങ് എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തിൻ്റെ എൻഡിങ് മുമ്പേ നമ്മളെ എൻഡിങ് വരും. നമ്മൾ മരിച്ചു പോകും. ലോകം മരിക്കുന്നതിന് മുമ്പേ നമ്മൾ മരിക്കുമല്ലോ. നമുക്കൊരു പർട്ടിക്കുലർ ഏജ് വരെയല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട വ്യക്തികൾ മരിക്കും, ഞാൻ മരിക്കും. അപ്പോൾ ഈ മരണം എന്ത്? ഇതൊക്കെ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടായ ഒരു അന്വേഷണം അങ്ങനെ ഇതായിരുന്നു. അപ്പം മരണത്തെ ഭയക്കാത്ത ആരുമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഭയം വരും, മരണത്തെ പറ്റിയിട്ടുള്ളൊരു ഭയം വരും. അപ്പോൾ ഈ ഭയത്തെ എങ്ങനെ അതിജീവിക്കുക എന്നുള്ളൊരു തോട്ടായിരുന്നു പിന്നീടും ഉണ്ടായത്. അപ്പം നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മൾ മരിക്കുന്നത് ആദ്യം ചിന്തിക്കില്ല, വേണ്ടപ്പെട്ടവർ മരിക്കുന്നതിനെ പറ്റിയിട്ടായിരിക്കും നമുക്ക് തോട്ട് വരുന്നത്. അപ്പോൾ അവർ മരിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഉൾക്കൊള്ളും, അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഒരു സോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് കണക്റ്റായത്. അപ്പം വീണ്ടും അത് കണക്ട് ചെയ്ത് പറയാം. അന്വേഷണം നമ്മളെ സോൾ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ എത്തിയപ്പോൾ പല സോളില്ലെന്നുള്ളൊരു കാര്യം ബോധ്യപ്പെട്ടു. ഒറ്റ സോളേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ അന്വേഷിക്കുന്നവൻ ആരാണെന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് പെട്ടെന്ന് കണക്റ്റായി. അപ്പോൾ ഇത് സോളാണ്. അപ്പോൾ എല്ലാ സോളാണെങ്കിൽ സോൾ അന്വേഷിക്കുകയില്ല. വേറെ ഒന്നില്ലല്ലോ അന്വേഷിക്കാൻ, ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ അന്വേഷണവും അവിടെ വെച്ച് സ്റ്റോപ്പായി. അപ്പോൾ ആ സ്റ്റോപ്പ് ആവാനുള്ള കാരണം ശരിക്കും അന്വേഷണത്തിൽ നിന്ന് നിരീക്ഷണത്തിലോട്ട് എത്തിയോണ്ടാണ്. അപ്പോൾ അവിടെ ധ്യാനം മാത്രമേ ഉള്ളൂ. ആ രീതിയിലാണ് നമ്മുടെ ഒരു റൂട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ അന്വേഷണവും അതിനുള്ള ഉത്തരങ്ങൾ കിട്ടുന്നതും ഈ ഉള്ളിൽ നിന്ന് തന്നെയാണോ, അതോ അതും അതിന് പുറമേ നിന്നൊരു ഗുരു? നമ്മുടെ ഗുരുസങ്കല്പം അവധൂത് വിശ്വനാഥാണ്. വൺ ടൈം മാത്രമേ നമ്മൾ ലൈഫിൽ കണ്ടിട്ടുള്ളൂ. അദ്ദേഹമാണ് ആ സ്പാർക്ക് തരികയും ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നേ ഉള്ളൂ, ഒരു സോളേ ഉള്ളൂ എന്ന് നോക്കുമ്പോൾ ഈ പറയുന്ന ഈ ഗുരു ശിഷ്യൻ അല്ലെങ്കിൽ അറിവ് അറിയപ്പെടാനുള്ള ശ്രമം, ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻസിലെല്ലാം അവിടെ മെൽട്ടായി, ഒന്നായി, ഒന്നസിലോട്ട് അങ്ങ് കണക്റ്റായി. അങ്ങനെ ഉള്ളത് കാരണം ഇത് അകത്തു നിന്നാണോ പുറത്തു നിന്നാണോ എന്നുള്ള ആ ക്ലാസിഫിക്കേഷനും പ്രസക്തിയില്ലാതെ വന്നു. കാര്യം ഇവിടെ ഒന്നേ ഉള്ളൂ, അറിവേ ഉള്ളൂ. ആ അറിവിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. അപ്പം അവിടെ പലതില്ല, ഒന്നേ ഉള്ളൂ എന്നുള്ള ഒരു അൾട്ടിമേറ്റിലോട്ട് ഇങ്ങനെ ധ്യാനാവസ്ഥയിലോട്ട് പോകുമ്പോൾ പിന്നെ അതേ ഉള്ളൂ. അപ്പോൾ ഈ കുഞ്ഞുനാളിൽ ഈ ഒരു അന്വേഷണത്തിൻ്റെ ചോദ്യങ്ങൾ ഉള്ളിൽ ഇങ്ങനെ വരുന്ന സമയത്ത് അങ്ങ് മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. ആ ഒരു വിചാരം തന്നെ ധ്യാനമായിരുന്നു. പക്ഷെ അപ്പോഴതറിയില്ല. അപ്പോൾ എന്താ പറയാൻ, നമ്മളുടെ ഒരു ബേസിക്കലി സ്കൂളൊക്കെ വിട്ട് വീട്ടിൽ വരുമ്പോൾ ഈ ഒരു ചോദ്യം ഇങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ ഒരിടത്ത് അങ്ങനെ ഇരിക്കാൻ തോന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടക്കും. നമ്മൾ വീട്ടിൽ നിന്ന് നടന്ന് നേരെ ആഴിമല വരെ നടക്കും. ഈവനിങ് ആണ്.
ഈ നടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. ഇത് ഉള്ളിലിങ്ങനെ ചിന്തയും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിൽ കൂടി ഇങ്ങനെ പോകും. നടന്ന് ഏകദേശം ആഴിമലയൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരു 6:30 7 മണിയൊക്കെ ആവും. എന്നിട്ട് അപ്പോഴും ഈ സംഭവം തീരുന്നില്ല. വീണ്ടും തിരിച്ചു കിടക്കും. അവിടെ നിന്ന് ഇനി വീട്ടിൽ എത്തണ്ടേ. അപ്പോഴത്തേക്ക് ഒരു 9:30 ആവും. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു ധാരണയിൽ ഈ സംഭവം അങ്ങ് എത്തും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. ചിന്തകൾ ആണ് ആ വഴി ഉണ്ടായത്. ഫസ്റ്റ് വഴി അങ്ങനെയാണ് ചിന്തിച്ച്. ചിന്ത എന്ന് പറയുമ്പോൾ സാധാരണ ചിന്തകളും നിശ്ചലം ആകണമെന്നാണ്. ബേസിക് തോട്ടിൽ നിന്ന് ഡീപ്പായിട്ടുള്ള തോട്ടിലോട്ട് പോയി. അപ്പോഴൊരു എക്സ്പാൻഷൻ നമുക്ക് ഫീൽ ചെയ്തു. സ്വാഭാവികമായിട്ടും ഒരു എക്സ്പാൻഷൻ ഫീൽ ചെയ്തു. ആ എക്സ്പാൻഷൻ നമുക്ക് കുറേ കൂടി സുഖം തന്നു. കാര്യം എന്താണ്, വീണ്ടും ബേസിക് തോട്ടിലോട്ട് വരുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ വരും, ഒരു സഫോക്കേഷൻ വരും. അപ്പം ഈ എക്സ്പാൻഷനാണ് സുഖം എന്നുള്ളൊരു കോൺസെപ്റ്റിലൂടെ എത്തി. അപ്പോഴതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഡീപ്പായിട്ടുള്ള തോട്ടാണ്. അപ്പോൾ ഈ ഡീപ്പ് തോട്ടിൻ്റെ സോഴ്സിലോട്ട് എത്തുമ്പോഴത്തേക്കും ആ പറയുന്ന ഒരു ധ്യാനാവസ്ഥ സ്വാഭാവികമായിട്ട് വരും. ചിന്ത വന്നപ്പോൾ ആ ചിന്തയ്ക്ക് ഒരു ആൻസർ കൊടുക്കണമല്ലോ. ഞാനും ഇന്നലെ ചിന്തിച്ചിട്ടുണ്ട്. എത്ര ഒരു 3-ലൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ വളരെ വയസ്സാകുമ്പോൾ മരിക്കും എന്തൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിനെ സന്തോഷപ്പെടുത്താൻ വയസ്സായിട്ട് പിന്നെ നമ്മൾ വളരെ കുഞ്ഞില്ലേ, വയസ്സായിട്ട് പിന്നെ നമ്മൾ ചെറുതാവുമായിരിക്കും. അത് ആ ടെൻഷൻ മാറാൻ വേണ്ടി മനസ്സ് കൊടുക്കുന്ന സൊല്യൂഷനാണ്. അപ്പം നമുക്കും ആ ടെൻഷൻ മാറാൻ വേണ്ടി മൈൻഡ് കൊടുക്കുന്ന ഒരു കൗണ്ടറാണത്. നമ്മൾ ആ കൗണ്ടറിലൊന്നും തൃപ്തിപ്പെട്ടില്ല. അതിനെ വീണ്ടും 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 അനലൈസ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് തോട്ട് കൊണ്ടാണ് നമ്മൾ ആദ്യം കണക്റ്റ് ആയത്. പിന്നീട് എന്താണ്, നമ്മൾ ചിന്തിച്ച തോട്ട് പ്രോസസ്സ് കൂടിയല്ല സൊസൈറ്റി പോകുന്നത്. സൊസൈറ്റിക്ക് വേറൊരു ഋതമാണ്. അങ്ങനെ വന്നപ്പോഴാണ് സൊസൈറ്റിയുടെ സത്യമല്ല സത്യം എന്നുള്ള ഒരു റിയലൈസേഷൻ ഫസ്റ്റ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് ആ ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തണമെന്നുള്ളത് നമ്മളുടെ ഒരു ഒരു ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം പോലെയായി. പിന്നെ അത് ചിന്ത കൊണ്ട് മാത്രം പോയിട്ടും കാര്യമില്ലല്ലോ, അത് എക്സ്പീരിയൻസ് ചെയ്ത് വരണ്ടേ. അപ്പോഴാണ് അതിന് പ്രാക്ടിക്കാലിറ്റി കൂടുതൽ മനസ്സിലായത്. അങ്ങനെ തിയറിയും പ്രാക്ടിക്കലും കൂടി ഇതെല്ലാം ഇങ്ങനെ ലാബിൽ കിടന്ന് ഇങ്ങനെ വർക്കൗട്ട് ആയതിനു ശേഷമാണ് അതൊരു ഫൈനൽ പോയിന്റിലോട്ട് എത്തിപ്പെട്ടത്. അതാണ് നമ്മുടെ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞത്. കുഞ്ഞുനാൾ മുതൽ കൃഷ്ണഭക്തനാണ്. ഞാൻ നോക്കുമ്പോൾ എപ്പോഴും ഇപ്പോൾ സ്പിരിറ്റിൻ്റെയും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സോളിനെ വെച്ച് കണക്ട് ചെയ്ത് സംസാരിക്കും. എപ്പോഴും കൃഷ്ണ രാധ സ്റ്റോറി വെച്ചിട്ടാണ് അങ്ങ് എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് ചോദിച്ചത്. പലരും കൃഷ്ണ ഭക്തനാണോ കാളി ഭക്തനാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഒന്നാണല്ലോ, ഇതാണ്. അപ്പം നമ്മളിപ്പോൾ കൃഷ്ണനെന്നും കാളിയെന്നും ശിവനെന്നും ക്രൈസ്റ്റ് എന്നും ഒക്കെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്തേക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? അവരിൽ കാണുന്ന ഗുണങ്ങളുടെ ബേസിൽ മാത്രമാണ്, അല്ലേ? ഇപ്പം ബുദ്ധന് കാരുണ്യമുണ്ട്, ക്രൈസ്റ്റിന് സ്നേഹമുണ്ട്, കൃഷ്ണന് ആനന്ദമുണ്ട്, ശിവന് ബോധസ്വരൂപനാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഓരോ ഗുണങ്ങളെയാണ്. ഈ ഗുണങ്ങൾക്ക് രൂപമുണ്ടോ? ഗുണങ്ങൾക്ക് രൂപമില്ല. നമ്മൾ രൂപം ആരോപിക്കുന്നതിലാണ് ഈ ഗുണങ്ങൾ കാണുന്നത്. അപ്പോൾ ഗുണങ്ങളെല്ലാം അതൊരു പ്രകൃതിയിലുള്ള ഒരു സത്യമാണത്. അങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നിൻ്റെയും ആരുടെയും ഭക്തൻ അങ്ങനെ അല്ല. കാര്യം ഇതെല്ലാം ഗുണങ്ങളാണല്ലോ. നമ്മൾ ഇപ്പം ഇന്ന ഗുണം, ഇപ്പം കൃഷ്ണനിൽ ആനന്ദം ഉണ്ടെങ്കിൽ ആ രൂപം, കൃഷ്ണൻ്റെ രൂപത്തിൽ ഇതാണ് കൃഷ്ണൻ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ആനന്ദത്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗുണങ്ങൾ, എല്ലാ ഗുണങ്ങളും ചേർന്ന് വരുന്നത് എവിടെയാണ്? ഈ പ്രപഞ്ചത്തിലുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഊർജത്തിലാണ്. അപ്പം ഒരു പർട്ടിക്കുലർ ഡൈറ്റിയുടെ ആളെന്നുള്ള ചിന്തിക്കുന്നതിനെക്കാട്ടി ഹോൾസമ്മിനെ പോയിൻ്റ് ചെയ്യുന്നതാണ് നമുക്ക് കൂടുതലും ഇഷ്ടം. അതുകൊണ്ട് ഇതെല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കൃഷ്ണ ഭക്തനാണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയും, കാളി ഭക്തനാണെന്ന് പറയും. കാര്യം ഇതെല്ലാം ഒന്നിലാണല്ലോ ഉള്ളത്. ആ രീതിയിലാണ് നമ്മളത് കാണുന്നത്. പിന്നെ കണക്ട് ചെയ്ത് പറയാം, ചില എക്സാമ്പിൾസ് നമ്മൾ രാധാകൃഷ്ണൻ്റെയൊക്കെ എക്സാമ്പിളായിട്ട് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ സ്റ്റോറികൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ വേദാന്തം പറയുന്നതും കാട്ടിയും
5 മിനിറ്റിൻ്റെ സ്റ്റോറിയിൽ കൂടി പെട്ടെന്ന് ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ കൃഷ്ണ രാധ കോൺസെപ്റ്റൊക്കെ ഒത്തിരി പേര് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടി പറയുമ്പോൾ പെട്ടെന്ന് ലിങ്ക് ആകും. അതുകൊണ്ട് ആണ് അത് ആ രീതിയിൽ അത് പറയുന്നത്. ഇപ്പോൾ അങ്ങയുടെ ഓരോ വളർച്ചയിലും സ്പിരിച്വൽ ഇപ്പോൾ പടിപടിയായിട്ടായിരിക്കുമല്ലോ സ്പിരിച്വൽ തലത്തിൽ നമുക്ക് വളരാൻ കഴിയുന്നത്. അപ്പോൾ ഉണ്ടായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ? എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള എക്സ്പീരിയൻസ് അങ്ങനെ എന്ത്? ആധ്യാത്മികതയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് ആൾക്കാർ ആദ്യം ചിന്തിക്കുന്നത്. അപ്പം ധ്യാനിച്ചാൽ അല്ലെങ്കിൽ ആത്മീയമായിട്ട് പ്രവേശിച്ചാൽ എന്തൊക്കെയോ മിറാക്കിൾസ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ മിറാക്കിൾസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ബേസിക്കലി ആൾക്കാർ അതിനെ ചിന്തിക്കുന്നത്. ഇപ്പം ഈശ്വരഭക്തനാണോ എന്ന് ചോദിച്ചാൽ അതെ, എന്താണ് കാര്യം, എൻ്റെ ഇന്ന കാര്യങ്ങൾ മാറി, അല്ലെങ്കിൽ ഇത് കിട്ടി, ഇത്തരം രീതിയിലാണ് അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത് ആധ്യാത്മികതയെ. അപ്പോൾ ബേസിക്കലി നമ്മുടെ ചൈൽഡ്ഹുഡിൽ തന്നെ ഇങ്ങനെ നോക്കി വരുമ്പോൾ ആ രീതിയിലല്ല നമ്മൾ ആത്മീയതയെ സമീപിച്ചത്. എന്നിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായി, എനിക്ക് അതിനൊരു ആൻസർ കിട്ടണം, ഇതാണ്. ആ ക്വസ്റ്റ്യനിൽ ഒരു ഡിമാൻഡുകളും ഇല്ലായിരുന്നു, പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ മിറാക്കിൾ, അതീന്ദ്രിയം അങ്ങനത്തെ കോൺസെപ്റ്റിലോട്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടി വന്നില്ല. അതിനപ്പുറം ഒരു പീസിലിരിക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യം, ഉള്ളിലുള്ള ഒരു ആവശ്യം. അപ്പോൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നു എന്ന് പറഞ്ഞല്ലോ, ആ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ എക്സ്പാൻഷനും ബ്ലിസ്ഫുള്ളായിട്ടിരിക്കണമെന്നുള്ളതായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നതും. അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിലോട്ടാണ് കണക്ട് ചെയ്ത് പോയിക്കുന്നത്. അത് തന്നെയാണ് ബേസിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഇത് സ്പിരിച്വൽ ആ തരത്തിലുള്ള എക്സ്പീരിയൻസ് അല്ല. മീൻസ് എല്ലാവരും ഇപ്പം മെഡിറ്റേഷൻ ചെയ്താൽ എനിക്ക് ഇന്ന സിദ്ധികൾ കിട്ടും, ഇന്ന ആ തലത്തിലല്ല ഞാൻ ചോദിച്ചത്. ഇപ്പം നാച്ചുറലായിട്ട് ഇപ്പം അങ്ങ് മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങയുടെ സ്പിരിച്വൽ വളർച്ചയിൽ ആ ഒരു അനുഭൂതി എന്തായിരുന്നു അതറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ആ ഒരു സ്പിരിറ്റുമായിട്ടുള്ള കണക്ഷനിൽ ആ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, ആ കിട്ടുന്ന ഒരു ആനന്ദം, അതിപ്പോൾ എനിക്ക് മനസ്സിലാവും. പറഞ്ഞു എന്നാൽ ഞാൻ അനുഭവിച്ചറിയേണ്ട കാര്യമാണത്. അങ്ങക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് വാക്കുകളിട്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, എനിക്കറിയാം. എന്നാലും 1-2 അനുഭവങ്ങൾ. അതാണ് നമ്മൾ ഇൻഡയറക്റ്റായിട്ട് നേരത്തെ സൂചിപ്പിച്ചത്. അതീന്ദ്രിയം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മളെ മൈൻഡ് പോയാൽ ഞാൻ വേറെ, അനുഭവം വേറെ, അനുഭവിച്ചത് എന്ന് പറയുന്നത് അത് 2-3 അത് ഡിവൈഡ് ആവും. ശരിക്കും അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം ധ്യാനാവസ്ഥയിലോട്ട് മൈൻഡ് പോയിക്കൊണ്ടിരിക്കും തോറും കാമാവും, പീസ്ഫുള്ളാവും, ബ്ലിസ്ഫുള്ളാവും. അപ്പോൾ ഇതാണ് ഈ നമ്മൾ ഈ സച്ചിത് ആനന്ദ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. സച്ചിത് ആനന്ദം, അതായത് എട്ടേണലിൻ്റെ അനുഭവവും ആ എട്ടേണലിൻ്റെ അറിവിൻ്റെ അനുഭവവും പിന്നെ ആനന്ദവും. അപ്പോൾ ഇത് സൈലൻസിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഡീപ്പായിട്ടുള്ളൊരു സൈലൻസ് വരുമ്പോൾ എല്ലാ നോളജും എല്ലാ ആനന്ദവും അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ എന്ത് ആനന്ദമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് മാറി വരണം. അതിൽ നിന്ന് മാറി വന്നാൽ മാത്രമേ ഇത്. അപ്പോൾ അത് ഇൻ്റർപ്രിട്ടേഷൻ പോലും ചെയ്യാതിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അതാണ് ഏറ്റവും ബ്ലിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആനന്ദിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ വീണ്ടും അതിൽ നിന്ന് വേറിട്ട് വന്നിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് പോലെ ആവും. അപ്പോൾ അതിനെ ഒറ്റവാക്കി പറയുമ്പോൾ ആ സൈലൻസ് ഫീൽ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതാണ് നമുക്കിഷ്ടം. ആ സൈലൻസ്, അൾട്ടിമേറ്റായിട്ടുള്ള സൈലൻസ്. അപ്പോൾ മൈൻഡ് അവിടെ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കുന്നില്ല, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നില്ല, അതിനെ ഒന്നിനെയും ക്ലാസിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ആ സൈലൻസ് കിട്ടി, ആ സൈലൻസ് ആനന്ദത്തോടെ അനുഭവിക്കുന്നു. വൃത്തത്തിലെ ശൂന്യത എന്ന് പറയുന്ന റൈറ്റിംഗ്, നമ്മൾ കടന്നു വന്ന ഓരോ ഘട്ടങ്ങളുണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ കടന്നു വന്ന ഘട്ടങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ. നമ്മളൊരു പ്രഭാഷകനല്ല, നമ്മൾ ഏത് വേദിയിൽ പോയാലും ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിവതും സംസാരിക്കാതെ മറ്റുള്ളവർക്കടുത്ത് നമുക്ക് പകരം സംസാരിക്കാൻ പറയുന്ന ഒരു വ്യക്തിയാണ്. കാര്യം ഈ ഒരു
ഉള്ളിലോട്ടുള്ള നിരീക്ഷണം അങ്ങനെ പോയത് കാരണം സംസാരങ്ങൾ കുറഞ്ഞു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് കണക്ട് ചെയ്ത് വാക്കുകളും ചിലപ്പം കിട്ടിയെന്ന് വരില്ല, പെട്ടെന്ന് അത് മുറിഞ്ഞ് അങ്ങ് നിൽക്കും. അപ്പോൾ അത് പലയിടത്തും സംഭവിച്ചപ്പോഴാണ് നമ്മൾ പിന്നെ ഈ സംസാരം കുറച്ച് വന്നത്. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വിഷയം പറയുകയാണ്, വിഷയം പറഞ്ഞ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ആനന്ദത്തിൻ്റെ ഒരു സംഭവം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കരയും, അല്ലെങ്കിൽ കണ്ണ് നിറയും, പെട്ടെന്ന് നമുക്ക് വാക്ക് ബ്രേക്കാവും. അപ്പോൾ ഒരു പൊതു സദസ്സിൽ വെച്ച് അങ്ങനെ പറയുമ്പോൾ അതൊരു അവിടുത്തെ ഒരു വൈബ്രേഷന് പറ്റിയതല്ല എന്നുള്ള തോന്നലിലാണ് ഈ ടോക്കുകൾ കുറച്ചത്. പിന്നെ വളരെ സ്ട്രെയിൻ എടുത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഫീൽ ചെയ്തത് എഴുതുക എന്നുള്ളതാണ്. അത് എഴുതാൻ വേണ്ടി ഒരിക്കലും ഇരിക്കാറില്ല, ഒരു സ്പോണ്ടേനിയസ് ആയിട്ട്. ഇപ്പോഴ് ബുക്ക് പേനെടുത്തും എഴുതാറില്ല, വാട്സപ്പിൽ തന്നെ എഴുതാമല്ലോ. അപ്പോൾ ഒരു ടോപ്പിക്ക് അങ്ങനെ എഴുതും. ഇത് എഴുതുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇവിടെ മെഡിറ്റേഷൻ സെൻറ്ററിൽ വരുന്ന മറ്റ് സാധകാസുണ്ടല്ലോ, അവർക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആകാൻ വേണ്ടിയിട്ടാണ് ഓരോ മാറ്ററുകൾ എഴുതി തുടങ്ങിയത്. ആദ്യമായിട്ട് എഴുതി തുടങ്ങിയത് അവധൂത ചിന്തകളാണ്. നേരത്തെ പറഞ്ഞല്ലോ, ചിന്തകൾ ഇല്ലാത്തൊരവസ്ഥ വരണമെങ്കിൽ, അല്ലെങ്കിൽ ചിന്തയ്ക്ക് അതീതമായി വരണമെന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ട് ചിന്തിക്കണം. നമ്മുടെ ബേസിക് തോട്ടിൽ നിന്ന് ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് ആ ഒരു നമ്മൾ ഒരു പ്രത്യേക ഒരു സർക്കിളിൽ നിന്ന് പുറത്തോട്ട് ചാടുന്നത്. അപ്പോൾ ആ കോൺസെപ്റ്റിലാണ് അവധൂത ചിന്തകൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് എഴുതി തുടങ്ങിയത്. അത് ചിന്തയ്ക്ക് അതീതമായി വരാൻ വേണ്ടി എഴുതി വന്ന ഒരു റൈറ്റിംഗ് ആണ്. പിന്നീട് അടുത്ത ഘട്ടമായിട്ട് എഴുതി തുടങ്ങിയതാണ് ശൂന്യമായ വാക്കുകൾ. എല്ലാം ശൂന്യമാകണം. അപ്പോൾ വാക്കുകളും ശൂന്യമാകണം, വിചാരം ശൂന്യമാകണം, മനനം ശൂന്യമാകണം. അപ്പോൾ അതിന് ഉതകുന്ന രീതിയിലുള്ള റൈറ്റിംഗ് ആണ് ശൂന്യമായ വാക്കുകൾ എന്നുള്ളത്. അപ്പം എന്താണ്, സ്റ്റെപ്പായിട്ട് നോക്കുമ്പോൾ അത് മനസ്സിലാകാൻ പറ്റും. ചിന്തകളെ ഡീപ്പാക്കുക, പിന്നീട് വാക്കുകൾ തന്നെ ശൂന്യമാകുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് എപ്പോഴും വാക്കുകൾ ശൂന്യമാക്കാൻ പറ്റും. അവൻ്റെ ബേസിക് മൈൻഡിലോട്ടും ബേസിക് തോട്ടിലോട്ടും വരുമല്ലോ. അപ്പോൾ എന്താണ്, ആ അൾട്ടിമേറ്റിനോടുള്ള ഒരു ലവ് വരണം, എങ്കിൽ മാത്രമേ ഇത് വർക്കൗട്ട് ആകൂ. അപ്പോൾ ഈ ലവ് എന്ത് എന്നുള്ളത് അറിയണം. അതിനാണ് ആത്മഭാഷണം എന്ന് പറയുന്നൊരു റൈറ്റിംഗ്. ലവ് നമുക്ക് വളരെ കണക്ട് ചെയ്ത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സൂഫി ചിന്തകളിലോട്ടൊക്കെ പോകേണ്ടി വരും. അത് പ്രണയത്തെപ്പറ്റി ഭയങ്കരമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ അങ്ങനെ നോക്കിയപ്പോൾ കൃഷ്ണ രാധ, അതും നമുക്ക് ആ ലവ് പ്രകടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മീഡിയമാണ്. അപ്പോൾ നമ്മൾ ഈ ആത്മഭാഷണം എഴുതിയത് കൃഷ്ണ രാധ കോൺവെർസേഷനായിട്ട്. അത് ശരിക്കും അവിടെ കൃഷ്ണൻ എന്നുള്ളത് ബുദ്ധിയും അല്ലെങ്കിൽ ബോധവും, രാധ എന്ന് പറയുന്നത് കുറച്ച് ഫിൽട്ടറായ മൈൻഡുമാണ്. അവരുടെ കോൺവെർസേഷനാണ്. പക്ഷെ അവർ സംസാരിക്കുന്നത് എങ്ങനെയാണ്, പരസ്പരം തോൽക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ലവ്. ഇപ്പോൾ ലവിൻ്റെ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ റൈറ്റിംഗ് മൊത്തം വന്നത് എങ്ങനെയായിരിക്കണം ലവ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവിടെയും നമ്മൾ നോക്കുമ്പോൾ കൃഷ്ണ രാധ രണ്ട് വ്യക്തികളുടെ ഇടയിലുള്ള ലവ് ആണ്. എന്നാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു ലവ് ഉണ്ടായാൽ എങ്ങനെയായിരിക്കും, സിംഗുലറായിട്ട് അവൻ്റെ ഉള്ളിലുള്ള ആ സത്യത്തെ അവൻ പ്രണയിക്കുകയാണ്. അപ്പോൾ അത് വേറെ ലാംഗ്വേജിലായിരിക്കും. മറ്റേത് കോൺവെർസേഷൻ രൂപയിൽ വന്നു. അപ്പോൾ സിംഗുലറായിട്ട് തന്നിലുള്ള ഫാക്റ്റിനെ അപ്പം ഈ ആത്മഭാഷണം വായിച്ചവന് ലവിൻ്റെ എലമെൻറ്റ് മനസ്സിലാക്കി, എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം സിംഗുലറായിട്ട് അവൻ്റെ ഉള്ളിലുള്ള ആ സത്യത്തെ അവൻ പ്രണയിക്കുമ്പോൾ എന്തായിരിക്കും അവനിൽ നിന്നുണ്ടാവുന്നത്. അവിടെ കോൺവെർസേഷൻ ആയിരിക്കില്ല, അവിടെ വേറൊരു ആംഗിളിലായിരിക്കും ഈ റൈറ്റിംഗ് വരുന്നത്. അതായിരുന്നു പിന്നീട് എഴുതിയ തോരാത്ത പ്രണയമഴ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഘട്ടമായിട്ട് വന്നതാണ്. പിന്നീട് എഴുതിയതാണ്. അപ്പോൾ ഇതിനെല്ലാം തടസ്സം എന്താണ്, അഹമാണ്. അഹം ഉണ്ടെങ്കിൽ ഇതൊന്നും വർക്കൗട്ടാകില്ല, ഈ ലാംഗ്വേജേ പിടികിട്ടത്തില്ല. അതിനുവേണ്ടി നമ്മൾ എഴുതിയതാണ് അഹം കരിക്കൂ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോൾ ഇങ്ങനെ ഘട്ടമായിട്ടാണ് ഓരോന്നും എഴുതി വന്നത്. അങ്ങനെ
പ്രേമസാഗര തീരത്ത്, ആ, ധ്യാന കഥകൾ, ആ രീതിയിലൊക്കെ എഴുതി വന്നിട്ടാണ് ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്ന ഒരു റൈറ്റിംഗാണ് വൃത്തത്തിലെ ശൂന്യത. വൃത്തത്തിലെ ശൂന്യത എന്ന് പറയുന്നത് ഒരു നിരീക്ഷകൻ എങ്ങനെ ആയിരിക്കണം, അവൻ്റെ ക്വാളിറ്റി എന്താണ്, അവൻ നിരീക്ഷിക്കുമ്പോൾ അവൻ തിരിച്ചറിയുന്ന ഘടകങ്ങൾ എന്താണ്, ഇതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ത്രെഡ്. അപ്പോൾ അതിന് ചെറിയ ചെറിയ വാക്കുകളിൽ കൂടിയായിരിക്കും നമ്മൾ പറയുന്നത്. ഇഷ്ടം എന്നുള്ള ഒരിത്, അതല്ലെങ്കിൽ ഡിസയർ, ഇനി മനസ്സിലാക്കൽ, ഇങ്ങനെ ഓരോ ടോപ്പിക്കിൽ കൂടി ഒരു നിരീക്ഷകൻ ഇത് ഇവൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നത് എന്നുള്ളൊരു പഠനം എന്നുള്ള രീതിയിലാണ് വൃത്തത്തിലെ ശൂന്യത ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വളർന്നു വരുന്ന സാധകർക്ക് ആ ഇന്നർ സെർച്ചിങ്ങിന് കുറച്ചുകൂടി കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഉപദേശ രൂപേണ എഴുതുന്നതല്ല, അവനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളെ റൈറ്റിംഗ് വരുന്നത്. അങ്ങനെയാണ് ആ എഴുത്തിൻ്റെ ഒരു വളർച്ചയിലാണ് വൃത്തത്തിലെ ശൂന്യതയിൽ വന്ന് നിൽക്കുന്നത്. രണ്ട് കാര്യം. ഒരു വ്യക്തി ആത്മീയമായി വളരാൻ എന്ത് ചെയ്യണം, അതുപോലെ എങ്ങനെയാണ് ആത്മീയതയിൽ വളരേണ്ടത്? എന്ത് ചെയ്യണമെന്നും എങ്ങനെ വളരണമെന്നും നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ ഇതിൻ്റെ ഈ പറയുന്ന ഉത്തരങ്ങളെല്ലാം ജനറലൈസ് ചെയ്ത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഓരോ ഇൻഡിവിജ്വലും ഡിഫറൻ്റ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിഫറൻ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ സൊല്യൂഷനും വരുന്നത്. എങ്കിലും പറയാം, അറിയാനുള്ളൊരാഗ്രഹം ഉണ്ടായിരിക്കണം. സത്യത്തെ അറിയാനുള്ളൊരാഗ്രഹം ബേസിക്കായിട്ട് അവൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലാംഗ്വേജ് പിടികിട്ടത്തുള്ളൂ. ഇപ്പം ക്രൈസ്റ്റ് പറഞ്ഞിട്ടുള്ളത് പോലെ മുട്ടുവിൻ തുറക്കപ്പെടും. അപ്പം എന്തിനെ മുട്ടണം, എവിടെ പോയി മുട്ടണം? അത് ഒരാൾക്ക് ലഡു കഴിക്കാനാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ബേക്കറി കടയിൽ പോയാലേ മുട്ടുള്ളൂ. അപ്പോൾ അതേപോലെ ആ സത്യത്തെ അറിയാനുള്ള ആഗ്രഹം ബേസിക്കായിട്ട് അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ ആധ്യാത്മികത അവിടെ വർക്കൗട്ടാകും. അങ്ങനെ ഉള്ളവന് മാത്രമേ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയാൽ ആ ഗുരു പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഭഗവത്ഗീത. കേട്ടിട്ടുണ്ടല്ലോ, ഭഗവത്ഗീതയിൽ കൃഷ്ണനും അർജുനനും യുദ്ധക്കളത്തിൽ വെച്ച് സംസാരിക്കുന്ന ഒരു രംഗമാണ്. അപ്പം അത് ധൃതരാഷ്ട്രരും സഞ്ജയൻ കാണുന്നത് ധൃതരാഷ്ട്രൻ്റെ അടുത്ത് പറയുന്നു. ഇതാണ് ആ സന്ദർഭം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ആൻസറും സഞ്ജയൻ അവിടെ കാണുന്നുണ്ട്, അത് ധൃതരാഷ്ട്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഈ 18 ചാപ്റ്ററും അവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പൂർണ്ണ ബ്രഹ്മതത്വമാണ് ശരിക്കും അത് പറയുന്നത് അവിടെ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് തീർന്നതിന് ശേഷം സഞ്ജയന് ബോധ്യമായി ഇനി ആരാണ് അവിടെ ജയിക്കാൻ പോകുന്നത്. അവിടെ കേവലം യുദ്ധത്തിൻ്റെ സൊല്യൂഷൻ അല്ല അവിടെ പറഞ്ഞത്, ബ്രഹ്മതത്വമാണ് പറഞ്ഞത്. എന്താണ് നീ, ഹുവാമൈ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ആൻസറാണ് അവിടെ കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം കേട്ട് സഞ്ജയൻ തന്നെ കേട്ടത് കൊണ്ട് തന്നെ ബോധപ്രാപ്തനായി സഞ്ജയൻ ശരിക്കും പറഞ്ഞത്. അപ്പം സഞ്ജയൻ ഒരു ഡൗട്ടും ഇല്ല ഇനി ആരാണ് ഇവിടെ ജയിക്കാൻ പോകുന്നതെന്നുള്ളത്. അവിടെ യുദ്ധത്തിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു എൻഡിങ് അല്ല അവിടെ ഇത്. ഇദ്ദേഹത്തിന് ആ ബ്രഹ്മതത്വം ബോധ്യപ്പെട്ടു. എന്നിട്ട് അപ്പോൾ എന്തായാലും യുദ്ധത്തിൽ ആൾ ജയിക്കുന്നുള്ളത് ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ല, അത് അണ്ടർസ്റ്റുഡാണ്. എങ്കിലും സഞ്ജയൻ ധൃതരാഷ്ട്രനോട് ചോദിക്കുകയാണ്, അങ്ങ് പറയൂ ഇനി ആരായിരിക്കും ഇതിൽ ജയിക്കുന്നത്? അപ്പോഴും അദ്ദേഹം പറഞ്ഞു, എൻ്റെ മക്കൾ എന്നെ ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അദ്ദേഹം ഈ 18 ചാപ്റ്ററും കേട്ടത് ഏത് ആംഗിളിലാണ് അറിയണമെന്നുള്ള ഒരു ആഗ്രഹം ഒട്ടും ഇല്ല. പക്ഷെ അവിടെ മൊത്തവും പറഞ്ഞത് എന്താണ്, സത്യത്തെ പറ്റിയിട്ട് മാത്രമാണ്. പക്ഷെ അദ്ദേഹത്തിലോട്ട് അത് കണക്റ്റ് ആയില്ല. അപ്പം അറിയാനുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഇല്ല. അപ്പം എന്ത് കേട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ബേസിക്കലി അറിയാനുള്ളൊരാഗ്രഹം, ഒരു സത്യത്തെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇനി ഇതെങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണല്ലോ ചോദ്യം. ഹാർട്ട് ഉപയോഗിച്ച് അറിയാൻ ശ്രമിക്കണം, ബ്രെയിൻ ഉപയോഗിക്കാൻ പാടില്ല. അവിടെ ഹാർട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അത് കണക്റ്റ് ആവും. ബ്രെയിൻ ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റും, മനസ്സിലാവുന്നതോടൊപ്പം തന്നെ
ഈഗോയും അവൻ്റെ കൂടെ പാരലായിട്ട് വളരും. ഹാർട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈഗോ ഉണ്ടാകില്ല. ആ രണ്ട് രീതിയാണ് ചെയ്യുന്നത്. ഒരു ധ്യാന സാധകൻ ചോദിക്കുന്ന മഹാഗുരു അങ്ങ് ചിന്തകൾ അടങ്ങുക എന്ന അവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എനിക്ക് അവയെക്കുറിച്ച് ചിന്തിക്കുവാനേ സാധിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ധ്യാനഗുരു പറയാണ്, പ്രിയനെ അതിലൊരു വിരോധാഭാസം തങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ ധ്യാന സാധകൻ ചോദിക്കുകയാണ്, അതേ മഹാഗുരു, ചിന്തയില്ലാത്ത അവസ്ഥയെ ചിന്തിച്ചറിയുവാൻ ശ്രമിക്കുന്നത് എന്നിലെ ചിന്തയില്ലായ്മയെ ഞാൻ കാണുന്നു. ഇത് ഞാനും കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ധ്യാനഗുരു പറയാണ്, പ്രിയൻ ഇപ്പോഴും വന്ന് നിൽക്കുന്നത് ചിന്തയിലാണല്ലോ. അപ്പോൾ സാധകൻ പറയാണ്, ഗുരു, എൻ്റെ അവസ്ഥ ഇതാണ്. പലപ്പോഴും ഞാൻ ഓരോ നിഗമനത്തിൽ എത്തിപ്പെട്ട് അവ ചിന്തയില്ലായ്മയായി ചിന്തിക്കും. അപ്പോൾ ഗുരു പറയുന്നുണ്ട്, മനസ്സ് നിലനിൽക്കുമ്പോൾ ചിന്തിക്കാതിരിക്കുന്നത് എങ്ങനെ? അപ്പോൾ എങ്ങനെ മെഡിറ്റേഷൻ സാധ്യമാവും? അപ്പോൾ ഇവിടെ ആ ശിഷ്യൻ ഗുരു പറഞ്ഞ കാര്യമെല്ലാം ഇൻ്റലക്ച്വലിയാണ് ഇങ്ങനെ ഭാവനയിൽ കൂടി കാണാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കൊച്ചു കുഞ്ഞിൻ്റെ അടുത്ത് പോയിട്ട് ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുഞ്ഞ് കണ്ടിട്ടുണ്ടെന്ന് പറയും. ഉറുമ്പ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ എന്ന് പറയും. ആനയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടെന്ന് പറയും. ആന എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഇത്രയുണ്ടെന്ന് പറയും. അപ്പം ആനയുടെ വണ്ണവും കുട്ടി കാണിച്ചതും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഉറുമ്പിനെ കാണിച്ച സൈസ് അനുസരിച്ചിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ നമ്മളവിടെ ഇൻ്റലക്ച്വലാണോ ഉപയോഗിക്കുന്നത്, ആ കുട്ടിയുടെ ഉള്ളിനെയാണോ നമ്മൾ കാണുന്നത്? ആ കുട്ടി കാണിച്ച ആക്ഷൻ തെറ്റാണ്, പക്ഷെ കുട്ടി മനസ്സിലാക്കിയതിനാണ്. ആന വലുതാണെന്ന് കാണിക്കാനാണ് ഇങ്ങനെ കാണിച്ചത്, ഉറുമ്പ് ചെറുതെന്ന് കാണിക്കാനാണ് ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ ആ കാണിച്ച സൈനിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ പോയാൽ മാത്രമേ അതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ആ ഗുരു പറഞ്ഞതിനെ ഇയാൾ ഇൻ്റലക്ച്വലി മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഭാവനയിൽ കൂടി മാത്രമാണ് കാണാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഹാർട്ട് ഉപയോഗിച്ച് വന്നില്ല, ഹാർട്ട് അത് പ്രാക്ടീസ് ചെയ്ത് വന്നില്ല. അപ്പോൾ ഈ ഹാർട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലവ് എന്തെന്നറിയണം. അതാണ് നേരത്തെ പറഞ്ഞില്ല, നമ്മൾ റൈറ്റിംഗ് ഓരോ എലമെൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആ റൈറ്റിംഗ് എഴുതി വന്നത്. അപ്പോൾ ലവ് എന്തെന്നറിയണം, ഈഗോ എന്തെന്നറിയണം, മൈൻഡ് എന്തെന്നറിയണം, തോട്ട് എന്തെന്നറിയണം, അതിൻ്റെ പ്രോസസ്സിങ് നമ്മളിൽ എന്താണ് നടക്കുന്നതെന്നറിയണം. കാര്യം നമ്മൾ പലപ്പോഴും നമ്മളുടെ ഇൻറ്റേർണൽ വർക്ക് നമ്മൾ അറിയുന്നില്ല, ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനത്തെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഓരോന്ന് അറിഞ്ഞുകൊണ്ടിരിക്കാൻ പുറത്തോട്ടാണ് നോക്കുന്നത്. അപ്പോഴെന്ത് പറ്റുന്നു, ഇതിനെല്ലാം അറിയുന്നവനെ അറിയുന്നില്ല. അറിയുന്നവൻ നമ്മളിലുണ്ട്, പക്ഷെ അറിയുന്നില്ല, നമ്മളത് അറിയാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ അത് ഇൻ്റലക്ച്വലി അല്ല അറിയേണ്ടത്. ഇൻ്റലക്ച്വലി അറിയാൻ ശ്രമിക്കുമ്പോൾ എന്ത് പറ്റുന്നു, നേരത്തെ പറഞ്ഞ നമ്മുടെ ഈഗോ അതങ്ങനെ പാരലായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഈ സ്റ്റോറിയിൽ ധ്യാനസാധകൻ്റെ ആ എടുത്ത റൂട്ട് തെറ്റാണെന്നും നീ സൈലൻസിലോട്ട് പോകുന്നില്ല, ധ്യാനം നിന്നിൽ സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ടാണ് എത്തുന്നത്. അപ്പോൾ നമുക്ക് തോന്നാം അതെങ്ങനെ പോസിബിളാണ്. നമ്മളിപ്പോൾ ധ്യാനിക്കാതിരിക്കുന്ന സമയത്ത് 5 മിനിറ്റ് പോലും കണ്ണടച്ചിരിക്കാൻ പറ്റുന്നില്ല. തോട്ട്സ് വരുന്നു, കാര്യങ്ങൾ വരുന്നു, ഞാൻ വീണ്ടും എൻ്റെ ഈഗോ മൈൻഡിലോട്ട് പോകുന്നു, ഇൻ്റർപ്രിട്ടേഷൻസ് വരുന്നു, സൈലൻസ് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ബേസിക്കലി എല്ലാവരും നമ്മൾ ധ്യാനത്തിൻ്റെയൊക്കെ ക്ലാസ്സിലെടുക്കാൻ പോകുന്ന സമയത്ത് എല്ലാവരും പറയുന്നതാണ്. ചെറിയ കുട്ടിയായിരുന്നാലും വലിയ കുട്ടിയായിരുന്നാലും എല്ലാവരും പറയുന്നൊരിതാണ്. അതുകൊണ്ടാണ് 5 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മളിവിടെ 5 മണിക്കൂറിൻ്റെ ക്യാമ്പ് നടത്തുന്നു. ഈ 5 മണിക്കൂർ ഇവരിയ്ക്കും. ഇവിടെ 3:30 തുടങ്ങുന്ന ക്യാമ്പ് രാത്രി 8:30 കഴിയുന്നത്. അത് ഇപ്പം ഭക്ഷണം കഴിക്കുന്നത് പോലെ നമ്മൾ ധ്യാനമായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 3:30 തൊട്ട് 8:30 വരെ അതിനകത്ത് ഒരു ഇൻ്റർവെല്ലും ഇല്ല. ഈ പറയുന്ന 13 വയസ്സുള്ള കുട്ടി മുതൽ 86 വയസ്സുള്ള നമ്മുടെ അമ്മൂമ്മ വരെ ക്യാമ്പിൽ പങ്കെടുക്കും. ഇവരെല്ലാവരും ആ ടൈം പോകുന്നത് പോലെ അറിയാതിരിക്കുന്നത്. ഈ 5 മിനിറ്റിൻ്റെ പ്രശ്നം ഇവരുള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് പോസിബിളാണ്. എങ്ങനെ? ആ ഈഗോയെ കുറച്ച് നേരം ഇങ്ങനെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ പിന്നെ പ്രപഞ്ചമായിട്ട് കണക്റ്റാവും, പെട്ടെന്ന് കണക്റ്റാവും. ഈഗോയിൽ പിടിച്ചിരിക്കുമ്പോൾ സമയത്താണ് നമ്മൾ പോലും അറിയുന്നില്ല നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈഗോയിലാണെന്ന്. ഈ ഈഗോയെ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? അഹങ്കാരം കാണിക്കുന്നതാണ് ഈഗോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്ത് ചെയ്യുന്നത്. അതല്ല ഈഗോ. ഞാനെന്ന് ചിന്തിക്കുന്ന എല്ലാം ഈഗോയിൽ പെടുന്നത് തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു, ഇതെല്ലാം ഈഗോയിൽ പെടുന്നതാണ്. കാര്യം അവിടെ എന്ത് വന്നു? ഞാനും ചിന്തിച്ചപ്പോൾ ആ യൂണിവേഴ്സ് നമ്മളിൽ നിന്ന് പോയി.
സ്വാഭാവികമായിട്ട് ഡിസ്കണക്റ്റായി. ആ ഡിസ്കണക്റ്റ് വരുമ്പോൾ എന്ത് പറ്റുന്നു? നമുക്കിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ക്യാമ്പ് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ഈഗോ ലെസ്സായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഈഗോ ലെസ്സായിട്ട് ഇരിക്കാൻ പെട്ടെന്ന് കണക്റ്റ് ആവും. അപ്പോൾ ഈ ക്യാമ്പ് കഴിയുമ്പോഴാണ് എല്ലാവരും ഈ 5 മണിക്കൂർ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? നിങ്ങളുടെ മൈൻഡ് സ്ട്രക്ചർ ടൈമോ സ്പേസോ മാറ്ററിലോ കണക്ട് ചെയ്ത് നിന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബിയോണ്ട് ടൈം, ബിയോണ്ട് സ്പേസ്, ബിയോണ്ട് ഡൈമെൻഷനിൽ ഇരിക്കാൻ പറ്റിയത്. ഇത് ഫീൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ധ്യാന ക്യാമ്പുകളെല്ലാത്തിൻ്റെ ബേസ് ഇതാണ്. അപ്പോൾ ഇത് അവൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞില്ലേ, ഒരു എക്സ്പാൻഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ചുരുങ്ങി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈഗോ വർക്ക് ചെയ്യുന്നു എന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ വീണ്ടും എക്സ്പാൻഷനിലോട്ട് അവൻ പോകും. ആ പ്രോസസ്സ്, മൈൻഡിൻ്റെ പ്രോസസ്സിനെ അറിയുക എന്നുള്ളതാണ് മെഡിറ്റേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ അറിയുക എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ പല രീതിയിൽ മനസ്സ് പ്രവർത്തിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വലിയൊരു ഭക്തൻ ജീവിതത്തിലൊരു ട്രാജഡി വരുന്നു, അതോടെ അവൻ്റെ ഭക്തിയൊക്കെ പോയി കാണും. അവൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ ഇത്രയും വിശ്വസിച്ചിട്ട് എനിക്കൊരു ഹെൽപ്പ് കിട്ടിയില്ല. ഇനി ഈശ്വരനെയും വിശ്വാസം ഇല്ലാത്ത ഒരാൾ, അവനൊരു ട്രാജഡി വന്നു എന്ന് വിചാരിക്കും. ചിലപ്പോൾ അതിന് ശേഷമായിരിക്കും ഭക്തനാവുന്നത്. അപ്പോൾ ഈ ഒരാൾ എങ്ങനെ ഭക്തിയിൽ നിന്ന് മാറി, വേറെ ആൾ എങ്ങനെ ഭക്തിയിലോട്ട് വന്നു, ഈ രണ്ടുപേരുടെയും ഇൻസിഡൻറ്റ് നോക്കുമ്പോൾ ഒന്നായിരിക്കാം, പക്ഷെ മൈൻഡ് പ്രവർത്തിച്ചത് 2 രീതിയിലാണ്. അപ്പം മനസ്സിൻ്റെ പ്രവർത്തനമാണ് ശരിക്കും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതിനെന്ത് ചെയ്യണം? നിരീക്ഷിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. നമ്മളെപ്പോഴും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിന് മാത്രമാണ് ചിന്തിക്കുന്നത്. ആ പ്രോസസ്സ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ധ്യാനം എപ്പോഴും സ്വയം നിരീക്ഷിക്കലാണ്, തിരിച്ചറിയലാണ്. എന്നിൽ ഇപ്പോൾ ഈ നിമിഷം നടക്കുന്നതെന്ത് എന്നുള്ള തിരിച്ചറിവാണ്. അത് ആക്ഷനായിട്ട് വരുന്നതിന് മുമ്പ് നമ്മളുടെ ഉള്ളിൽ എന്താണ്? തോട്ട് പ്രോസസ്സിങ് അവിടെ നടക്കുകയാണ്. അത് മൈൻഡ് എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പിലാണ് അത് നടക്കുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റണം. നമ്മളുടെ ഈ ആചാര്യന്മാർ എഴുതിയ ഉപനിഷത്തുകളെ കാര്യങ്ങൾ ഏതെടുത്ത് നോക്കിയാലും മൊത്തം ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. തോട്ട് പ്രോസസ്സിനെ പറ്റിയിട്ടാണ്, മനസ്സിൻ്റെ ചലനത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളോടത്ത് ഒരാൾ ചോദിക്കുകയാണ് എന്താണ് പേര്, അപ്പോൾ നമ്മൾ നമ്മുടെ പേര് പറയും. എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറയും. പക്ഷെ ആചാര്യന്മാർ നമ്മൾ ഈ നിങ്ങൾ ആരാണ് ചോദിക്കുമ്പോൾ പേരോ എന്ത് ചെയ്യുന്നു അല്ല പറയേണ്ടത് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ആരെന്നറിയണമെങ്കിൽ, ഇപ്പോൾ തത്വമസി എന്ന് പറയുന്ന പോലെ, നിങ്ങൾ ആരാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ധകരണത്തിനകത്ത് കിടക്കുന്ന ഒരു വസ്തുവാണെന്ന് ആദ്യം അറിയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് മനസ്സ്, ബുദ്ധി, ചിത്ത, അഹങ്കാരം. ഈ 4 എലമെൻ്റ് നമ്മളിലുണ്ട്. ഈ 4 രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുമുണ്ട്. ആദ്യം അതറിയണം. അതറിയാൻ ശ്രമിക്കുമ്പോഴാണ് പിന്നെ പേരോ എന്ത് ചെയ്യുന്നതോ എന്നുള്ളതായിരിക്കില്ല നമ്മൾ പറയുന്നത്. ഈ 4 എവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ തത്വമസിയുടെ ആൻസർ വരുവാണ്. അപ്പം ഈ തത്വമസി, ഞാൻ ഡോക്ടറാണ്, ഇന്ന ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു എന്ന് തത്വമസി മനസ്സിലാക്കിയ ആൾ പറയുമോ? ഇല്ലല്ലോ. അപ്പം അവൻ്റെ ആൻസർ വേറെയാവും. അപ്പം ആചാര്യന്മാരെല്ലാം ഫോക്കസ് ചെയ്യിപ്പിച്ചത് ഈ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളെ ശ്രദ്ധിക്കാൻ. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ച് വരുമ്പോഴാണ് നമുക്ക് ഫൈനലായിട്ടുള്ള ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഈ ധ്യാനകഥയിൽ അതാണ് ആ ഗുരു ശിഷ്യനിൽ ഫോക്കസ് ചെയ്യിപ്പിച്ചതാണ്. ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ ആയിരിക്കും. എന്നാലും ഈയൊരു ജന്മം നമുക്ക് കിട്ടിയത് ഇപ്പോൾ ഭൂമിയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെന്നല്ല, ലോകം മൊത്തം ഇപ്പോൾ പുതിയ തലമുറയ്ക്കാണെങ്കിലും എന്താണ് അവർക്ക് വേണ്ടി കൊടുക്കാനുള്ളത്? നമുക്ക് ബേസിക്കലി നമ്മൾ പറഞ്ഞല്ലോ, ഈ രണ്ടില്ല എന്ന് നമ്മൾക്കൊരു അനുഭവം കിട്ടുമ്പോൾ ബർത്തും ഡെത്തും ഇല്ല അല്ലേ? അപ്പോൾ പർപ്പസും കാണില്ല. ശരിക്കും പറഞ്ഞാൽ പർപ്പസും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം.
അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ഡീപ്പായിട്ടുള്ള ഒരു നത്തിങ്ങിൽ നിൽക്കുകയാണ്. ഒന്നുമില്ല അവിടെ, ചെയ്യാനൊന്നുമില്ല എന്നുള്ളത്. പക്ഷെ എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന് നമ്മൾക്ക് മൈൻഡ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഡീവേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ധ്യാനാവസ്ഥയിൽ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു പൂർണ്ണത. അപ്പം ധ്യാനം എന്തെന്ന് അറിയണം. ധ്യാനം അറിയാതിരിക്കുന്നത് കൊണ്ടാണ് ഈ ഇവിടെ നടക്കുന്ന എല്ലാതര വയലൻസ്, രാജ്യങ്ങൾ തമ്മിലുള്ള വയലൻസ്, വീടിനകത്ത് നടക്കുന്ന വയലൻസ്, ഇന്നർ കോൺഫ്ലിക്റ്റുകൾ, ഇതെല്ലാം അത് അവനവൻ്റെ ഉള്ളിൽ നടക്കുന്ന വയലൻസ് തന്നെയാണ്. അതാണ് പുറത്തോട്ട് വന്ന് വീട്ടിലും നാട്ടിലുമായിട്ടൊക്കെ അത് ഇഷ്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ധ്യാനം എന്തെന്നാണെന്ന് അറിയണം എന്നുള്ളത്. അപ്പോൾ ധ്യാനത്തെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് പഠിക്കാനോ പറ്റില്ല, പക്ഷേ അതിൻ്റെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ധ്യാനത്തെ കൂടുതൽ ആൾക്കാർ മനസ്സിലാക്കുക എന്നുള്ളത്, ഇപ്പം നേരത്തെ പർപ്പസ് എന്നുള്ളൊരു കോൺസെപ്റ്റ്, ലക്ഷ്യം എന്നുള്ളൊരു കോൺസെപ്റ്റ് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചോദിച്ചാൽ ഇത് കൂടുതൽ ജനങ്ങൾ അറിയണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. അവൻ്റെ ഉള്ളിലുള്ള സത്യത്തെ അവൻ അറിയണം. പുറത്ത് തേടാനൊന്നുമില്ല. പുറത്ത് എന്താണോ നമ്മൾ തേടി കണ്ടത് അത് അവൻ്റെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ അകവും പുറത്ത് നിൽക്കുന്ന ഒറ്റ സാധനമേ ഉള്ളൂ. അത് അവൻ അറിയുക എന്നുള്ള, അത് സ്പ്രെഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മളുടെ പ്രവർത്തനമായിരുന്നാലും റൈറ്റിങ്ങുകളായിരുന്നാലും മീറ്റ് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അതിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ശരിയാക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. ഞാൻ പീസിൽ ഇരുന്ന് സൈലൻറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് ആർക്കാ ദ്രോഹം? എല്ലാവരും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആരും ദ്രോഹം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് പറ്റാത്തത് നമ്മുടെ ഈഗോ മൈൻഡ്. ഈഗോ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലും സംഭവിക്കാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും സംഭവിക്കാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കളക്റ്റീവ് ഈഗോ. അങ്ങനെയും ഇതൊക്കെ തന്നെയാണ് ദോഷം ചെയ്യുന്നത്. കളക്റ്റീവ് ഈഗോയും ഇൻഡിവിജ്വൽ ഈഗോ ഒക്കെ തന്നെയാണ് കുഴപ്പം ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് മെഡിറ്റേഷനിൽ 5 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിലെ ആ ഈഗോ കാരണമാണ്. 100%. ആ ഈഗോയെ അവൻ തിരിച്ചറിയുന്നില്ല. അത് നിരീക്ഷണത്താൽ തിരിച്ചറിയാൻ പറ്റണം. അപ്പം അവൻ്റെ നീഡ്സുകൾ, അവൻ്റെ ഡിസയേഴ്സ്, വാണ്ട്സ്, പിന്നെ ഇൻറ്റർപ്രിട്ടേഷൻസുകൾ, ഇതിലോട്ട് പോകുമ്പോൾ ഇവനെങ്ങനെ ഇരിക്കാൻ പറ്റും? ഇതിങ്ങനെ ബൂം ചെയ്തുകൊണ്ടേ ഇരിക്കും, അവനെ ഇരുത്തില്ല. ഈഗോ ഉള്ളതുകൊണ്ടാണ് നീഡ് വരുന്നത്. 100% അങ്ങനെയാണ്. ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ വരും. ഇപ്പം രാവിലെ എനിക്ക് ഭക്ഷണം കഴിക്കണം, അതെൻ്റെ നീഡല്ലേ, അതെങ്ങനെ ഈഗോ ആകും എന്ന് നമുക്ക് തോന്നാം. എനിക്ക് അസുഖം വരുന്നു, ഞാൻ മരുന്ന് കഴിക്കുന്നതിൻ്റെ നീഡാണ്, എനിക്ക് അസുഖം മാറേണ്ട നീഡാണ്, അപ്പോൾ അതെങ്ങനെ ഈഗോ ആകും എന്ന് തോന്നാം. അവിടെയാണ് നമ്മളുടെ ഈ റിയലൈസ്ഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സുകൾ ഭക്ഷണവും വേണ്ടാതെ, അല്ലേ, മരുന്നും വേണ്ടാതെ അവർ നിന്ന ഒരു തലമുണ്ടല്ലോ, അവർക്കത് എങ്ങനെ ഇരിക്കാൻ പറ്റി? അവിടെ നമ്മൾ ആ അർത്ഥത്തിൽ ഈഗോയെ കാണണം. അപ്പോൾ ആ 1 പോയിന്റ് പോലും ഈഗോ അവിടെ വർക്കൗട്ട് ആയില്ല. ആണ് ശരീരം നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഭക്ഷണം ഇവിടെ നമ്മൾ കഴിക്കുന്നത്. ഇത് നേരത്തെ ഈ പറയുന്ന ഗുരുക്കന്മാർ, റിയലൈസ്ഡ് ആയിട്ട് ഗുരുക്കന്മാർ അത് ഇല്ലാതെ കടന്നു പോയത് വെച്ച് കണക്ട് ചെയ്ത് നോക്കണം, എങ്കിലേ, അല്ലെങ്കിൽ നമുക്ക് അത് കൺഫ്യൂഷൻ വരും. അവർക്കത് ഞാൻ സോളാണെന്നുള്ള ചിന്ത വന്നപ്പോൾ ഭക്ഷണം പോലും വേണ്ട എന്നുള്ളതായി. സോളിന് ഭക്ഷണം വേണ്ട. അപ്പോൾ അത്രയും ആ അർത്ഥത്തിൽ ഈഗോയെ നമ്മൾ കാണാൻ പറ്റണം. അത് ഒരു ഉദാഹരണത്തിനൊരു സ്റ്റോറി പറയാം. കൃഷ്ണൻ്റെ ഏറ്റവും വലിയ ഭക്തനാണ് നാരദൻ എന്നറിയാമല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ട്, നാരദൻ ആയ ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ. അപ്പോൾ അതൊരു ഈഗോയാണ്. ഭക്തനെന്ന് ചിന്തിച്ച് അതൊരു ഈഗോ. അപ്പോൾ ഈഗോയ്ക്ക് പല അർത്ഥമുണ്ട്. ആ രീതിയിൽ എടുക്കണം. അയാൾ വളരെ സാത്വികനാണ്, വളരെ ഹൈലി സ്പിരിച്വലാണ്, പക്ഷേ ഞാൻ വലിയ ഭക്തനെ ചിന്തിച്ചപ്പോൾ എന്ത് പറ്റും, അത് ഈഗോ ആയില്ലേ. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കണം.
അതിന് ഭഗവാൻ ഇദ്ദേഹത്തിന് പറഞ്ഞു, ഭൂമിയിൽ എൻ്റെ ഒരു വലിയ ഭക്തനുണ്ട്, പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. ഇയാളുടെ അടുത്ത് തന്നെ പറയുന്നു. അപ്പോൾ ഞാൻ ഭക്തനല്ലേ എന്നുള്ള ഫസ്റ്റ് ഒരു കൊട്ട് കിട്ടി. ശരി, കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ട് നേരെ പോയപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വളരെ ക്ഷീണിതനായിട്ടുള്ള, എണീക്കാൻ നിവൃത്തിയില്ലാത്ത ഒരാളെ കണ്ടു. അപ്പം ഇയാളുടെ ഉള്ളിൽ തോന്നി, ഇയാളെങ്ങനെ വലിയ ഭക്തനാവും? അപ്പം ഇയാളുടെ പാസ്റ്റ്, ഈ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആളുടെ പാസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്ത് നമ്മുടെ നാരദൻ ചിന്തിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു വലിയ യോദ്ധാവായിരുന്നു, എല്ലാം പിടിച്ചടക്കണം എന്നുള്ള ചിന്തയിൽ നടന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇദ്ദേഹം ഒരു കാട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഒരു സന്യാസിയെ കാണുന്നു. സന്യാസിയിലുള്ള കുറച്ച് നേരമുള്ള സമ്പർക്കം കാരണം ഈശ്വരനെ പറ്റി അറിയുന്നു. അങ്ങനെ ആ ഒരു പാത്ത് മതി എന്നുള്ള രീതിയിൽ ഡിസൈഡ് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം ധ്യാനവും ഈശ്വര ചിന്തയായിട്ട് അയാളിങ്ങനെ കഴിഞ്ഞു കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നി, ഒന്നിനെ ഉപദ്രവിക്കാൻ പാടില്ല, അഹിംസ എന്ന് പറയുന്ന ഇത്, ഹിംസിക്കാൻ പാടില്ല, ഒന്നിനെ ഹിംസിക്കാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭക്ഷണശൈലി ഇതെല്ലാം മാറി, എല്ലാം ഇയാൾ പോലും അറിയാതെ ഇയാൾ ചേഞ്ചായി വരെയാണ്. അങ്ങനെ ഒന്നിനെയും ഹിംസിക്കാൻ പാടില്ലെങ്കിൽ എന്ത് കഴിക്കും? ഇയാൾ ചിന്തിച്ച് പുല്ലൊക്കെ കഴിക്കാം, വേറെ ഒന്നും കഴിക്കുന്നില്ല. ഇയാൾ പുൽച്ചെടികളൊക്കെ കഴിച്ചോളാം. ഈ രീതിയിൽ അയാൾ ചേഞ്ചായി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അയാൾ ചിന്തിച്ച്, ഞാൻ പുല്ല് പറിക്കാൻ നേരത്ത്, നടന്നു പോകുന്ന നേരത്ത് ഇതൊക്കെ മരിച്ചു പോകില്ലേ, ഉറുമ്പുകളും കാര്യങ്ങളൊക്കെ മരിച്ചു പോകില്ലേ? പുല്ലായിരിക്കും കഴിക്കുന്നത്, പുൽച്ചെടിയായിരിക്കും കഴിക്കുന്നത്. പക്ഷേ അത് കാരണം ഞാൻ നടക്കുമ്പോൾ ഇതൊക്കെ മരിച്ചു പോവുകയാണ്. പുഴു മരിക്കാം, ഉറുമ്പുകൾ മരിക്കാം. അതുകൊണ്ട് എന്താണ്, ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ടുള്ളത് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ചുരുക്കി വരെയാണ്. ചുരുക്കി വന്നിട്ട് എന്താണ്, അവസാനം ഇയാൾക്ക് കഴിക്കാനൊന്നുമില്ല. ആ അവസ്ഥയായി. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ആ മരത്തിൻ്റെ ചുവട്ടിൽ പുൽച്ചെടികളൊന്നും കാണില്ല. വളരെ ലിമിറ്റഡായി ഭക്ഷണം. അങ്ങനെ ഈ ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഒരവസ്ഥയിലെത്തി. അത്രമാത്രം സാത്വികതയിലോട്ട് അദ്ദേഹം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് റീവൈൻഡ് ചെയ്ത് ഇങ്ങനെ കാണുകയാണ് ഈ നാരദൻ. എന്നിട്ട് വീണ്ടും ഇതേ നോക്കിയിട്ട്, എന്നെ നോക്കുമ്പോൾ ഞാനൊന്നും അല്ല ഇയാളുടെ ഫ്രണ്ടിൽ എന്നുള്ള നാരദന് ബോധ്യമായി. എന്നിട്ട് വീണ്ടും ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അരയിൽ ഒരു വലിയ വാള്, അദ്ദേഹം എണീറ്റ് നിൽക്കാനേ വയ്യ, അവിടെ ഒരു വാളും കൂടെ അയാൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആരെയും ഉപദ്രവിക്കാത്ത, ആരെയും കൊല്ലണ്ടെന്ന് ചിന്തിക്കുന്ന ഒരാൾ എന്തിനീ വാള് വെച്ച് മുടക്കും? ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ക്യൂരിയോസിറ്റി തോന്നി. ഭഗവാൻ പറഞ്ഞത് എന്താണ്, എൻ്റെ ഒരു ഭക്തനുണ്ട്, പോയി കണ്ടിട്ട് വരാനാണ് പറഞ്ഞത്. പക്ഷേ ഇയാളുടെ അടുത്ത് പോയി സംസാരിക്കാതിരിക്കാൻ ഇദ്ദേഹത്തിന് പറ്റാതെയായി. അപ്പം നേരെ പോയി ചോദിച്ചിട്ട്, അങ്ങേ കണ്ടപ്പോൾ എനിക്ക് ഒരു കൗതുകം തോന്നിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ നാരദനാണ് എന്ന് ആദ്യമേ പറഞ്ഞില്ല. എന്നിട്ട് ചോദിച്ച്, അതിൻ്റെ കാര്യം എന്താണ്, ഈ വാൾ എന്താണെന്ന് അറിയണമല്ലോ, ആ ക്യൂരിയോസിറ്റി ഇരിക്കുകയാണ്. ചോദിച്ച്, ഈ വാൾ എന്തിനാണ് കയ്യിൽ കൊണ്ട് കിടക്കുന്നത് ചോദിച്ചു. അപ്പം പറഞ്ഞു, എനിക്കൊരാളെ കൊല്ലണമെന്ന് പറഞ്ഞു. അപ്പം താങ്കൾ ആരെയും ഉപദ്രവിക്കാത്ത ഒരാളല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് കൊല്ലാൻ നോക്കുന്നത്? ആരെയാണ് കൊല്ലാൻ നോക്കുന്നത് ചോദിച്ചു. പറഞ്ഞു, നാരദനെയാണ് കൊല്ലാൻ നോക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഈ നാരദൻ പറയുമോ ഞാൻ നാരദനാണെന്ന്? ഇനി ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ചോദിച്ചാൽ, അല്ല എന്തിനാണ് ഈ നാരദനെ കൊല്ലുന്നത്? അത് എൻ്റെ ഭഗവാനെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല, എപ്പോഴും നാരായണ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് അദ്ദേഹത്തിന് എന്തുമാത്രം ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ ഭഗവാനെ ഒരു രീതിയിലും ആരും ഉപദ്രവിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ നിരന്തര വിളി അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നവരെ ഇദ്ദേഹം ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ അത്രയ്ക്കും ഇയാൾ പരമസാത്വികമായ ഒരു അവസ്ഥയിലോട്ട് പോയി. അപ്പം ഭഗവാന്റെ വെൽഫെയറിന് വേണ്ടി ഇയാളെ കൊല്ലുന്നതിന് കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇയാൾ ചിന്ത ചെയ്യുന്നത്. ഇത് കൊല്ലാനൊന്നും പോകുന്നില്ല, പക്ഷേ നമ്മളവിടെ ഇത് ഓരോ കഥകളും നമ്മൾ എന്തിലോട്ട് പോയിൻ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ചിന്തിക്കാവൂ. എങ്കിൽ മാത്രമേ ആ തത്വം ഗ്രഹിച്ചാലേ നമുക്ക് പിടി കിട്ടുള്ളൂ. ആ ലെവലിൽ ഇയാൾ ചിന്തിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു കൊട്ട് കിട്ടി ആർക്ക്? നാരദന്. അപ്പോഴാണ് സ്വയം ചിന്തിച്ചത്, ഞാൻ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനെന്ന് ചിന്തിച്ചത് ഏത് തരം ഈഗോ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈഗോയ്ക്ക് ഇങ്ങനെ പല ലെവലുകളുണ്ട്. അപ്പോൾ ഈ വ്യക്തിയിൽ
ഒരു ഈശ്വര അതായത് ആ യോദ്ധാവ് എന്ന് പറഞ്ഞില്ലേ, അയാളിലൊരു പരിണാമം വന്ന് ലാസ്റ്റ് വന്ന് നിൽക്കുന്ന സമയത്ത് ആ ഈഗോ എന്തുമാത്രം മെൽട്ടായി വന്നു ആലോചിച്ചു. അപ്പം സ്പിരിച്വലി വരുമ്പോൾ ഈഗോയ്ക്ക് പല മാനങ്ങളുണ്ട്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ചിന്തിക്കുക. ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ, അതും ഒരു ഈഗോയിൽ നിന്ന് വരുന്നതാണ്. ഇയാൾ ഉണക്ക പുല്ല് വരെ കഴിച്ചുകൊണ്ടിരുന്നു അപ്പം ആ ഈഗോയുടെ ചേഞ്ചാണ് ചോയ്സിൽ വ്യത്യാസം വന്നത്. പ്രപഞ്ചം തന്നിട്ടുള്ളതല്ല ഈ സസ്യ ഫുക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാനുള്ളത്. അതിപ്പോൾ ഇത് എന്താ തവളയെ പാമ്പ് കുടിക്കുന്നു അങ്ങനെ ഓരോ ഇതുണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് കട്ട് ചെയ്താലേ അതൊരു ഈഗയാണ്. ആ ഈഗ കട്ട് ചെയ്താലേ ഒരു ആത്മീയ സാധകന് വളരാൻ കഴിയുള്ളൂ എന്ന് പറയുന്നതിനോട് ഇത് ഒന്നും കട്ട് ചെയ്യുന്നതല്ല, കട്ടായി പോകുന്നതാണ്. നമ്മൾ കട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ മൈൻഡാണ് പ്രവർത്തിക്കുന്നത്. എന്തൊട്ട് അത് വേണ്ട എന്ന് നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ്. മറ്റേത് അങ്ങനെയല്ല. ഇപ്പോൾ അത് ഇങ്ങനെ നമ്മൾ പറയുന്ന കാട്ടി എളുപ്പത്തിൽ ഒരു ഇത് പറയാം. ഇപ്പോൾ ഒരു പെൺകുട്ടി, സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടി, അമ്മ പറയുകയാണ് രാവിലെ എണീറ്റ് അടുക്കളയിൽ വന്ന് സഹായിക്കണം. ഒരുമാതിരിപ്പെട്ട കുട്ടികളാരും അത് ചെയ്യില്ല. എനിക്ക് ഉറങ്ങണം, പഠിക്കാനുണ്ട്, ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ തളർന്നു പോയി, എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് പൊതുവെ ഞാൻ ചെയ്യാറില്ല. രാവിലെ എണീറ്റ് പോയി അടുക്കളയിലൊന്നും സഹായിക്കാറില്ല. അല്ലാതെ ചിലപ്പോൾ സഹായിക്കുമായിരിക്കാം. അപ്പോൾ ഉറക്കത്തിൽ കോംപ്രമൈസ് ചെയ്യില്ല, എനിക്ക് വന്ന് ഉറങ്ങി എണീക്കണം എന്ന് പറയും. ഇതേ പെൺകുട്ടി തന്നെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചാലോ? അപ്പം അതെന്താണ് സംഭവിച്ചത്? അതവൾ സംഭവിച്ചതാണ്. ഈ ഉറക്കമെല്ലാം കോംപ്രമൈസ് ചെയ്യും. രാത്രി മൊത്തം ഈ കുഞ്ഞ് കിടന്ന് കരയുമ്പോൾ ഉണർന്നിരുന്നു കൊണ്ട് കുഞ്ഞിനെ കാര്യങ്ങൾ നോക്കും. ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ കിടന്ന് ഉറങ്ങുമോ? ഇല്ല. ഇതെല്ലാം സംഭവിക്കും. അതാണ് ആ ഡിവൈൻ ലവ് നമ്മളിൽ വരുമ്പോൾ ബാക്കി ഇതെല്ലാം കട്ടാവും, സ്വാഭാവികമായിട്ട് കട്ടാവും. കാര്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്തിലോട്ട് വരും? ആ അൾട്ടിമേറ്റിലോട്ട് വരും. അങ്ങനെ വരുമ്പോൾ ബാക്കി ഇതെല്ലാം കട്ടാവും. നേരത്തെ പറഞ്ഞ ആ യോദ്ധാവിൽ ഉണ്ടായതെല്ലാം ഇതാണ്, ഗ്രാജ്വലി ഉള്ള പ്രോസസ്സാണ്. അയാൾ അത് കഴിക്കേണ്ടെന്ന് അയാൾ എടുത്ത ഡിസിഷനല്ല. ഉള്ളിൽ ആ അൾട്ടിമേറ്റിനോടുള്ള ഒരിത് വരുമ്പോൾ, അതിനോട് മെർജിങ്ങിനുള്ള അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോന്നിങ്ങനെ കട്ടായി പോകുന്നതാണത്. അതിനാണ് നമ്മൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പം അന്നമയ കോശം, ജ്ഞാനമയം, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇതിനെ സൂചിപ്പിക്കുന്നതാണ്. ഒരാളുടെ പ്രൈമറി ഞാൻ ഭക്ഷണം കഴിച്ചാലേ ഞാൻ നിലനിൽക്കുകയുള്ളൂ എന്ന് അവൻ്റെ ബോധം അവനിൽ എന്താ പറയുക, 1 by 1 ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വിചാരിക്കുക. ഭക്ഷണം കഴിച്ചാലേ എനിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ അന്നമയ കോശത്തിലാണ്. മനസ്സിലായില്ലേ? ഒരാൾക്ക് ഭയങ്കര വിഷമം വരുന്നു, ചിലപ്പോൾ ഭക്ഷണം കഴിച്ചെന്ന് വരില്ല. എന്തുകൊണ്ടാണ്? മനസ്സ് അത്രയും ഡൗൺ ആണ്. അതുകൊണ്ട് അവനൊന്നിനും ടേസ്റ്റ് തോന്നില്ല. അപ്പം അവനെ നിലനിർത്തുന്നത് ഭക്ഷണമായിരുന്നു, മനസ്സായിരുന്നു? മനസ്സാണ്. മനസ്സിൻ്റെ സ്വാധീനത്തിലാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴെന്താണ്? അന്നമയ കോശത്തിനപ്പുറം മനസ്സാണ് എന്നെ നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു ബോധം ഒരു വ്യക്തിയിൽ വന്നാൽ മനസ്സിനെ ഫോക്കസ് ജീവിക്കും. അതാണ് സാധകൻ്റെ അവസ്ഥ, മനസ്സിൻ്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കി ജീവിക്കുന്നത്. അപ്പോൾ ഈ ഓരോ കോശങ്ങളുടെ അവസ്ഥ ഇതാണ്: അന്നമയം, മനോമയം, ജ്ഞാന, വിജ്ഞാന, ആനന്ദ. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് സൂക്ഷ്മതയിലോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ആനന്ദമാണ് എന്നുള്ള അവസ്ഥയിൽ, ഏറ്റവും ഫൈനലായിട്ട് വരുമ്പോൾ ഞാൻ ആനന്ദമാണ് എന്നുള്ള അവസ്ഥയിൽ വരുമ്പോൾ എന്താണ്? ഈ പറയുന്ന സ്ഥൂലത അവരിലോട്ട് സ്വാഭാവികമായിട്ട് കുറയും. സ്ഥൂലമായിട്ടുള്ള ഇൻട്രാക്ഷൻസുകൾ കുറയും. എല്ലാത്തിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ജൈനന്മാരെ കണ്ടിട്ടില്ലേ? ജൈനന്മാരുടെയൊക്കെ ഈ ഒരു സെയിൻറ്റിന് തുല്യമായിട്ട് ഇരിക്കുന്നവരൊക്കെ 41 ഡേയ്സൊക്കെ ഭക്ഷണമില്ലാതെ അവർ നിർവ്വാണത്തിലോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് ജൈനന്മാർ. അപ്പോൾ ഇത് സൂക്ഷ്മത്തിലോട്ടുള്ള യാത്രയാണ്. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലോട്ട് നമ്മൾ വന്നതും സൂക്ഷ്മത്തിൽ നിന്നാണ്. അപ്പോൾ റിട്ടേൺ ബാക്ക് വരുമ്പോഴെന്താ പറ്റും? ഇതെല്ലാം അങ്ങ് കുറയും. ഒരു കുട്ടി ഭക്ഷണം കഴിച്ച് അഡൾട്ടായിട്ട് വയസ്സാകുമ്പോൾ ഭക്ഷണം ഇങ്ങനെ കുറഞ്ഞ് വരുന്നത് പോലത്തെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ലിക്വിഡ് ഫുഡിൽ നിന്ന് സോളിഡ് ഫുഡിലോട്ട് വരികയും പിന്നെ വീണ്ടും ലിക്വിഡ് ഫുഡിലോട്ട് പോകുന്ന ഒരു പ്രോസസ്സ് പോലെ സ്പിരിച്വലോട്ട് നമ്മൾ പോകുന്ന സമയത്തും സ്ഥൂലത്തിൽ നിന്ന് ഈ സൂക്ഷ്മത നമ്മളുടെ ഇതിൽ വരും. ആകുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ സ്പിരിറ്റിൽ നിന്നുള്ള എനർജി ആയിരിക്കും അവൻ കണക്ട് ചെയ്ത് വരുന്നത്.
അതാണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്ന ഈ തപോബലം എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. ഇപ്പോൾ നമ്മൾ സൂക്ഷ്മത്തിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞല്ലോ, ആണ്. അപ്പോൾ സൂക്ഷ്മത്തിൽ നിന്ന് ഈ ഭൂമിയിലോട്ട് വരുന്ന സമയത്ത് ഭൗതികമായിട്ടുള്ള ആനന്ദവും നമുക്ക് വേണ്ടതല്ലേ? നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ഭൗതിക തലത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക്, കാര്യം അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ ശരിയാണ്, ഭൂമിയിൽ വന്നിട്ട് ഇവിടുത്തെ ആനന്ദം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇത് വേണ്ടാന്ന് വെച്ചാൽ അതിലോട്ട് പോകുന്നത് എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ അതിൻ്റെയും തമ്മിലുള്ള അന്തരം രണ്ടാണ്. പക്ഷേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഭൗതിക തലത്തിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞില്ലേ, ആ സത്യത്തെ അറിയണമെന്നുള്ള ത്വര ഒരു വ്യക്തിയിലുള്ളവന് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മളൊരു കോളേജിൽ നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ ഒരാൾ പോകുന്നു, അവിടെ എന്തൊക്കെയുണ്ട്? പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, കളിക്കാൻ കുട്ടികളുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ അവിടെ പോയത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ സാധനങ്ങളും ഉണ്ട്. പക്ഷെ ഏതിൽ ഞാൻ ചെറുത് കേന്ദ്രീകരിക്കണം? അവിടെ ഒരു ചോയ്സാണ്, എല്ലാം അവിടെ ഉണ്ട്. പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, കളിക്കാനുള്ള ഫ്രണ്ട്സുകളുണ്ട്, ക്ലാസ് കട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അക്കാഡമിക്കലി എനിക്ക് ഡെവലപ്പ് ആവണം എന്ന് ചിന്തിക്കുന്നവൻ മറ്റതിനെ എന്ത് പറ്റും? സെക്കൻഡറി ആയിട്ട് കാണും, അല്ലേ? ഇത് പ്രൈമറി ആവും. ഇപ്പോൾ പ്രൈമറിയും സെക്കൻഡറി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഇപ്പോൾ ഈ പറയുന്ന ഭൂമിയിലോട്ട് വന്നിട്ട് ഈ ഭൗതിക വ്യവഹാരത്തിനെയാണ് ഒരാൾ പ്രൈമറി ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അവൻ്റെ ലൈഫും വീക്ഷണവും എല്ലാം ഇങ്ങനെ പോകും. ഇപ്പോൾ പല വിദ്വാൻമാരായിട്ടുള്ള പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരാളുണ്ട്, പല ആശ്രമങ്ങളിൽ പോയിട്ട് പല വേദങ്ങൾ പഠിച്ചു, അതിൻ്റെ A to Z കാര്യങ്ങൾ പഠിച്ചിട്ടും അവസാനം അദ്ദേഹം പറയുന്നത് അതെല്ലാം ഐതിഹ്യങ്ങളാണ്. ഇതൊന്നും ലോജിക്കൽ മൈൻഡ് വെച്ച് ചിന്തിച്ചിട്ടാണ് പുള്ളി പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരം വേദങ്ങളും, അപ്പം ഗുരുജിയെ നോക്കുവാണെങ്കിൽ ആത്മിക തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ഇപ്പം എൻ്റെ ഗുരു മനോജ് വെച്ച് നോക്കുവാണെങ്കിലും സ്പിരിച്വലി നിൽക്കുന്ന ഒരാൾ, അപ്പോൾ അതുപോലെ നിന്ന ഒരു വ്യക്തി പിന്നീട് വന്ന് പറയുകയാണ് ഇതെല്ലാം ഐതിഹ്യങ്ങളാണ്, ഇതൊന്നും യാഥാർത്ഥ്യമല്ല, മനുഷ്യൻ ഉണ്ടാക്കി എഴുതി വെച്ച കഥകളാണ്. ഇതിനെല്ലാം കംപ്ലീറ്റ് എഗൻസ്റ്റ് ആയിട്ട് മാറുന്നത്, അതായത് സ്പിരിച്വാലിറ്റി അറിഞ്ഞ് അതിന് നിന്ന് അനുഭവങ്ങളുള്ള ഒരു വ്യക്തി പിന്നീട് മാറി ചിന്തിക്കുന്നത് എന്തുകൊണ്ട്? ഒരു സംഭവം അറിഞ്ഞു എന്ന് വെച്ചിട്ട് അത് അനുഭവപ്പെട്ടു എന്നുള്ള അർത്ഥമില്ല. റിയലൈസേഷൻ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അത് പിടികിട്ടുള്ളൂ. അതായത് ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും എന്നുള്ള അറിവ് നമ്മൾ വിശപ്പ് മാറ്റുമോ? ഇല്ല, അതൊരു അറിവ് മാത്രമാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, അതെല്ലാം നമ്മൾ ഇൻ്റലക്ച്വലി മാത്രമാണ് ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുപോയത്. അപ്പോൾ ഇതെല്ലാം സാങ്കല്പികമാണ് അല്ലെങ്കിൽ എഴുതപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ശരി, ആ ഒരു പോയിൻ്റ് അവിടെ നിൽക്കട്ടെ. പിന്നെ എന്താണ് ശരി എന്ന് പറയുന്നു, അതിലോട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവർ ശരിയെന്ന് പറയുന്നത് ഭൗതികതയായിരിക്കും, ഭൗതികമായിട്ടുള്ള നീഡ്സ് ആയിരിക്കും ശരിയെന്ന് പറയുന്നത്. അപ്പോഴെന്ത് പറ്റി? ഈ നമ്മളിപ്പം ഇവിടെ നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകും വിചാരിക്കുക, അപ്പോഴവിടെ ബോർഡ് കാണുന്നു തിരുവനന്തപുരത്തോട്ട് ഇനി 16 കിലോമീറ്റർ. അപ്പോൾ ആ ബോർഡ് കണ്ടെന്ന് പറഞ്ഞാൽ അത് തിരുവനന്തപുരം ആയോ? തിരുവനന്തപുരത്തെ പറ്റി ആ ബോർഡിൽ പറയുന്നു ഇങ്ങനെ ഇത്രയും സഞ്ചരിച്ചാൽ തിരുവനന്തപുരത്ത് എത്താമെന്നുള്ളതാണ്. അപ്പോൾ അതേപോലെയാണ് ഈ ഗ്രന്ഥത്തിലുള്ള അറിവുകൾ. അപ്പം ആ അറിവിൽ നിന്ന് കഴിഞ്ഞാലോ അവ അവിടെ നിൽക്കുന്നുള്ളൂ, തിരുവനന്തപുരത്തിൻ്റെ അനുഭവം വന്നില്ല, അവ സഞ്ചരിക്കണം. ആ സഞ്ചാരം നടക്കാത്തിടത്താണ് ഇതിൻ്റെ രുചി അറിയാതെ പോകുന്നത്. അതാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മളിപ്പം ഭൂമിയിലോട്ട് വന്നിട്ടുള്ള ഏത് മാസ്റ്റേഴ്സിനെ എടുത്ത് നോക്കിയാലും ഇവർ ഈ ലോകത്തിനോടാണ് സത്യം പറഞ്ഞത്. എത്ര പേർക്ക് രുചിച്ചു? പേർക്ക് രുചിക്കാതെ വന്നു. അത് ഈ പറയുന്ന രുചിക്കാത്തതിൻ്റെ അർത്ഥം ഇവർ ഈ തുടർ യാത്ര നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇൻ്റലക്ച്വലി മാത്രം അവരത് റിസീവ് ചെയ്തത് കൊണ്ടാണ് പിന്നെ ഇവർക്ക് തന്നെ അത് ഭാരമാവും. ഈ കിട്ടിയ അറിവുകളെല്ലാം ഭാരമാകും. കാര്യം സ്വയം മാറാൻ തയ്യാറായില്ല. നീഡ്സും ഡിസൈഡ്സും എല്ലാം അവരിൽ അത് നിൽക്കുമ്പോൾ ഈ അറിവ് അവർക്ക് ഭാരമാണ്. അപ്പോഴെന്ത് പറ്റും? തൻ്റെ നീഡ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിപ്പറയണം.
അതായത് ഭൗതികമായിട്ടുള്ള നീഡ്സ്, അവരുടെ ഉള്ളിൽ ഭൗതികതയിൽ നിൽക്കുകയാണ് അവരുടെ മനസ്സ്. അല്ലെങ്കിൽ ഈഗോ. ഇപ്പം വേദാന്തത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, പ്രപഞ്ചം, അല്ലെങ്കിൽ ഇപ്പം ജീവൻ, ജഗത്ത്, ഈശ്വരൻ, ഇതൊരു വ്യക്തിയിൽ തോന്നുന്ന അവസ്ഥയാണ്. ഞാനുണ്ട്, പ്രപഞ്ചവും ഉണ്ട്. എന്നെയും പ്രപഞ്ചവും സൃഷ്ടിച്ചത് ആരാണ്? ഈശ്വരൻ. അപ്പോൾ ഈ 3 ഫാക്റ്റ് അവൻ്റെ ഉള്ളിൽ കിടന്നു. പക്ഷെ അവ 3ആണ്, ഒന്നായിട്ടില്ല. അത് ഞാൻ, പ്രപഞ്ചം, ഈശ്വരൻ, ഇത് 3ഉം മെർജ് ചെയ്ത് ഒന്നിലോട്ട് എത്തിക്കേണ്ട ഒരവസ്ഥ ഒരുത്തൻ്റെ സാധനാ ജീവിതത്തിൽ. അതാണ് ഇതിൻ്റെ ഒരു ജേണി. അവൻ്റെ ഉള്ളിൽ ഞാനെന്നുള്ളത് മാറണം. ഞാനുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്, ഞാനും പ്രപഞ്ചവും ഉണ്ടെങ്കിൽ ഇത് സൃഷ്ടിച്ച സൃഷ്ടാവും ഉണ്ട്. ഇത് 3ഉം തിയറി ആയിട്ടിരുന്നിട്ട് കാര്യമുണ്ടോ? എന്നെയും പ്രപഞ്ചത്തിനെയും സൃഷ്ടിച്ച ഈശ്വരനാണ്, ആ ഈശ്വരൻ ഞാനാണ് എന്ന് തിയറി പറഞ്ഞിട്ട് എന്താ കാര്യം? തത്വമസി ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? തിയറിറ്റിക്കലി മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? നേരെ പിന്നീട് ബിരിയാണി കാണുമ്പോൾ അതിലോട്ടങ്ങ് പോകും. ഈ തിയറി അവിടെ സെക്കൻഡറി ആവും, പ്രൈമറിയിൽ നിൽക്കില്ല. അത് അതാണ് റിയലൈസേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ പ്രത്യേകത. അതാണ് അനുഭൂതിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഒരു വ്യക്തിയിൽ വരില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ്സുകളെല്ലാം വരുന്നത് നിലവിൽ 2 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അത് വേറെ ഇത് വേറെ എന്നുള്ള രീതിയിൽ, അത് തെറ്റാണെന്നും ഇത് ശരിയാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. ഈ അനുഭവം ഉണ്ടാകുന്നത് ഓരോരുത്തർക്കും ഓരോ തലത്തിലായിരിക്കില്ലേ? അതായത് സ്പിരിച്വാലിറ്റിക്ക് അകത്ത് തന്നെ പല സ്പിരിച്വലി അവേക്കൻഡ് ആയ ആൾക്കാർ, ഒരുപാട് ഹയർ തലത്തിലെത്തിയ ആൾക്കാരല്ല, അതിൻ്റെ ഒരു അപ്പോൾ ആവറേജ് അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓരോ കൺസെപ്റ്റ് അവർ പറയുന്നത് സ്പിരിച്വാലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ രീതിയിൽ. അപ്പോൾ എന്താ സ്വയം ദൈവമായി പറയുന്ന, അതായത് ഒരു മനുഷ്യനെ ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരു അവസ്ഥ തന്നെ പലയിടത്തും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റി എന്താണ് എനിക്ക്? അത് ശരിക്കും ദൈവമാണ് എന്ന് പറയുമ്പോൾ അവിടെയും ഒരു അവിടെയാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നുള്ള വാക്കിൻ്റെ പ്രസക്തി വരുന്നത്. അപ്പം ഞാൻ അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. അപ്പം സ്വയം ഞാൻ ദൈവമാണെന്ന് പറയുന്ന ആൾ എവിടം വരെ എത്തിയുള്ളൂ? അഹം ബ്രഹ്മാസ്മിയിൽ എത്തിയുള്ളൂ, തത്വമസിയിലോട്ട് എത്തിയില്ല. നീയും അതാണെന്നാണ് അടുത്തത് പറയുന്നത്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്, ഈ കേട്ടോണ്ടിരിക്കുന്നത് നീയും അതാണ്. അപ്പം എങ്ങനെ? അപ്പം ഒന്നായില്ലേ? അപ്പം പകുതി അറിവാണ് പ്രശ്നം. എന്നിൽ ഈശ്വരൻ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ എല്ലാത്തിലും ഉണ്ടെന്നുള്ള ഇതും കൂടി കണക്ട് ചെയ്ത് ചിന്തിക്കാനുള്ള അനുഭവം കിട്ടണം. മറ്റതെന്താണ്? കുറച്ച് എക്സ്പീരിയൻസ് കിട്ടുമ്പം ഉദ്ധരിക്കാൻ പോവും. അതാണ് പ്രശ്നം. മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്ക് പോകുമ്പോഴാണ് പ്രശ്നം പറ്റുന്നത്. ആ പൂർണ്ണത എവരിൽ ഉണ്ടാവണം. ആ അറിവിൻ്റെ പൂർണ്ണത, അതാണ് സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു അവസ്ഥ. അതാണ് പൂർണ്ണത ഉണ്ടാകുമ്പോൾ അഖിലം ഞാൻ, എല്ലാം ഞാൻ എന്നുള്ള ചിന്ത വരും. മറ്റേതെന്താണ്? എല്ലാത്തിൻ്റെയും മുന്നിൽ ഞാൻ. 2 വ്യത്യാസമാണ്. അഖിലവും ഞാനെന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ഈ ആധ്യാത്മികത എന്ന് വെച്ചാൽ യുക്തി കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമല്ല. യുക്തിക്ക് അതീതമായ ഒരു വിശുദ്ധിയിൽ കൂടി മാത്രമേ അതിനെ ഉൾക്കൊണ്ടിട്ട് കാര്യമുള്ളൂ. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈഗോ വർക്കൗട്ടാവും. ഈഗോ എന്ന് പറയുന്നത് ഡിവിനിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോഴാണ് ഇതിൻ്റെ രീതി വ്യത്യാസം വരുന്നത്. നേരത്തെ പറഞ്ഞ ഈ മനുഷ്യ ദൈവം അല്ലേ, ആൾ ദൈവം എന്നുള്ളത് യഥാർത്ഥത്തിൽ ആൾ ദൈവമല്ല, ആർ ദൈവം എന്നാണ്. ALLARE, ഓൾ ആർ ദൈവം എന്ന് ചിന്തിക്കണം. ദൈവം അല്ലാത്തത് എന്തോന്നുണ്ട് ഇവിടെ?
മനുഷ്യന് മാത്രമല്ലല്ലോ ദൈവമാകാൻ പക്ഷേ പറ്റുന്നത്, എന്തും. ആ വ്യക്തിയെ ദൈവമായി കണ്ടിട്ട് എല്ലാവരും അവരെ പൂജിക്കുന്ന സമയത്ത് അവിടെ അത് ഫുൾഫിൽ ആവില്ലല്ലോ. ആ വ്യക്തിയുടെ ആത്മീയ വളർച്ച ഫുൾഫിൽ ആവില്ലല്ലോ. അവിടെ ഈഗോ നിൽക്കല്ലേ. അവിടെ അതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരാധന അല്ല അന്വേഷണം വേണമെന്ന് പറയുന്നത് അവിടെയാണ് വിശ്വാസം, അന്വേഷണം, അതിനുശേഷം നിരീക്ഷണം. എങ്കിൽ മാത്രമേ അനുഭവ തലത്തിലോട്ട് എത്തുകയുള്ളൂ. പലരും വിശ്വാസത്തിലാണ് നിൽക്കുന്നത്, അപ്പോഴാണ് അവിടെ ആരാധന വരുന്നത്. അവിടെ അന്വേഷണമില്ല. അന്വേഷണത്തിലോട്ട് പോകുമ്പോൾ പിന്നെ അവിടെ ആരാധനയില്ല. അന്വേഷണം ആ സത്യത്തെ അറിയുക എന്നുള്ളതാണ്. ഞാൻ ആരാധിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, ആ ദൈവമായി ഇരിക്കുന്ന വ്യക്തിയെ കുറിച്ചാണ്. അത് ഓൾറെഡി ഒരു അജ്ഞതയിൽ ഇരിക്കുന്നതുകൊണ്ടല്ലേ. അത് നമ്മുടെ ചോയ്സ് ആണല്ലോ, പോകണോ പോകണ്ടയോ, അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. കാര്യം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത്, പിന്നെ തുടക്കത്തിലേ പറഞ്ഞു വന്ന പോയിന്റിൽ തന്നെ വരാം. പുറത്തോട്ട് നോക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം പോയി കണക്റ്റ് ആവുന്നത്. യഥാർത്ഥത്തിൽ അന്വേഷണം എവിടെയാണ്? ഉള്ളിലോട്ടും നമ്മൾ ആ ഫാക്റ്റിലോട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ അന്വേഷണത്തിൻ്റെ ഉയർന്ന അവസ്ഥയിൽ നിരീക്ഷണത്തിലോട്ട് എത്തിക്കോളും. അപ്പോൾ പിന്നെ നമ്മൾ ഈ വേറെ ഒന്നിലോട്ട് പോയി തലയിടില്ല, അതിൻ്റെ ആവശ്യം വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അന്വേഷണവും ഇല്ല, നിരീക്ഷണവും ഇല്ലാതെ വരുമ്പോഴാണ് ഇത്തരം ആരാധനകളിലോട്ടും അല്ലെങ്കിൽ ഇത്തരം ഫോളോവർ എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് ഒരു വ്യക്തി പോകുന്നത്. അത് സത്യത്തിന് വല്ല അന്വേഷണം ഇല്ലാത്തടത്തോളം കാലം അത് വർക്കൗട്ട് ആകില്ല. അത് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ മുനിമാരൊക്കെ എഴുതി വെച്ച ഗ്രന്ഥങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിൽ അതിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ളത് നല്ലൊരു ചോദ്യമാണത്. അപ്പം അതിനെ നമ്മൾ മറ്റൊരു രീതിയിൽ കാണുക. നമ്മുടെ ബർത്ത്ഡേ വന്നു വിചാരിക്കുക, ഒരാൾ ഒരു ഗിഫ്റ്റ് കൊണ്ടുതരികയാണ്. അപ്പോൾ ഗിഫ്റ്റ് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും. പക്ഷെ തന്ന ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആണ്. ഇഷ്ടപ്പെടും. കാരണം എന്താണ്? ഔട്ട്ഡേറ്റ് ആയി. പക്ഷേ ഈ കളർ TV വരുന്നതിന് മുമ്പ് എന്തായിരുന്നു? ഇത് ഹീറോ ആയിരുന്നു, ഈ ബ്ലാക്ക് ആൻഡ് TV. അങ്ങനത്തെ ഒരു ഓപ്ഷൻ TV എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലാത്ത സമയത്താണ് TV വന്നത്. അപ്പോൾ അത് ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് എല്ലാവരും കണ്ട് TV ഉള്ളൊരു വീട് ഭയങ്കര എന്തോ ഒരു ഹീറോ പോലെ ആയിരുന്നു ഓരോ വീട്ടിൽ. എൻ്റെ വീട്ടിൽ TV ഉണ്ടെന്ന് വരെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് കളർ TV വന്നപ്പോൾ എന്ത് പറ്റി? ബ്ലാക്ക് ആൻഡ് TV ആണ് എൻ്റെ വീട്ടിൽ ഉണ്ടെന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റസിന് കുറവ് ഉള്ള രീതിയിലോട്ട് അത് വന്നു. അപ്പോൾ അപ്ഡേറ്റ് വരുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഔട്ട്ഡേറ്റ് ആയതിനെ നമ്മൾ കളയും. അവിടെയാണ് ഈ ഋഷിമാരുടെ ദർശനം ഇന്നും പ്രസക്തിയുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ ഭഗവത്ഗീതയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഖുറാനോ അല്ലെങ്കിൽ ബൈബിളോ അതിലുള്ള ഏതെങ്കിലും ഒരു സംഭവം വായിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്തിന് പറ്റിയതല്ലെന്ന് തോന്നാറുണ്ടോ? റിലവൻ്റ് ആണ് അതല്ല. കഥകളിൽ നിൽക്കരുത്, തത്വങ്ങളിലോട്ട് വരണം. എങ്കിൽ മാത്രമേ അത് പിടികിട്ടുള്ളൂ. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഈ കാലത്ത് റിലവൻ്റ് അല്ലേ? അതിന് റിലവൻ്റ് അല്ലേ? അത് പണ്ട് എഴുതിയതാണ്. അത് ഈ കാലത്ത് ഇന്ന് പിന്നെ കമ്പ്യൂട്ടർ യുഗമാണ്, അത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ആചാര്യന്മാർ നമ്മുടെ മനസ്സിൻ്റെ ഈഗോയ്ക്കെതിരെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഈഗോ ഉള്ളിടത്തോളം കാലം ഈ ഉപദേശങ്ങൾക്കെല്ലാം പ്രസക്തി ഉണ്ട്. കാര്യം നല്ലൊരു മനുഷ്യനാവാനാണ് ആദ്യം അതിൽ ബേസിക്കലി പറയുന്നത്. എന്നിട്ട് മാത്രമേ ദൈവികതയിലോട്ട് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ആദ്യം നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ്. നമ്മുടെ ഈ മനുഷ്യൻ്റെ മാനസികാവസ്ഥയിൽ നിന്ന് ഈ ഈഗോ കൂടുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അത് ഒരു വേദത്തിലൊരു നല്ലൊരു കഥയുണ്ട്, അത് സന്ദർഭോചിതമായി പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ഈ പുരാണത്തിൽ കണ്ടിട്ടുണ്ടല്ലോ, അസുരന്മാരും ദേവന്മാരും. അതെന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവ് തോട്ടും നെഗറ്റീവ് തോട്ടും എന്നുള്ളൊരു അർത്ഥത്തിലാണ് അത് വരുന്നത്. അപ്പം ഈ അസുരന്മാരുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ എപ്പോഴും ഈഗോയിൽ പിടിച്ചുകൊണ്ടേ ചിന്തിക്കുകയുള്ളൂ. ദേവന്മാരെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈഗോ ഉണ്ട്, പക്ഷേ
കോംപ്രമൈസ് ചെയ്യാൻ അവർക്ക് ഒരു മാനസികാവസ്ഥയും ഉണ്ട്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇവർ രണ്ട് തമ്മിലുള്ള വ്യത്യാസം അതാണ്. മറ്റേവർക്ക് കോംപ്രമൈസ് ഇല്ല. അപ്പം അങ്ങനെ ഇരിക്കെ ഇവർ രണ്ടുപേരും സൃഷ്ടിച്ച ഈശ്വരനാണല്ലോ. പക്ഷേ ദേവന്മാരാണ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതും പൊക്കി പറയുന്നതല്ല. അസുരന്മാരെപ്പോഴും അടിച്ചമർത്തപ്പെട്ട വ്യക്തികളായിട്ടാണ് കാണുന്നത്. അങ്ങനെ വന്നപ്പോൾ ഈ അസുരന്മാർക്കൊരു സംശയം, നമ്മൾ എന്തുകൊണ്ട് രണ്ടാം കിടയായിട്ട് കാണുന്നു, എല്ലാവരും എന്തുകൊണ്ട് ദേവന്മാരെ ഇത്രയും ഗ്രേറ്റ് ആയിട്ട് കാണുന്നു. അപ്പോൾ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരെയും വിരുന്നിന് ക്ഷണിക്കും. അപ്പോൾ ദേവന്മാരെ വിളിക്കും. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഓരോ ബാച്ചായിട്ടാണ്. അപ്പോൾ ദേവന്മാരുടെ അടുത്ത് വരിക, വിരുന്ന് പങ്കെടുക്കുക, അവർ പോയതിന് ശേഷം അടുത്ത ആൾ. അപ്പോൾ ഒരു വലിയ തീന്മേശയിൽ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്, മനോഹരമായി ഒരുക്കിയിട്ടുണ്ട്. ആദ്യം വിളിച്ചത് അസുരന്മാരാണ്. അവരെല്ലാവരും വന്നു. അപ്പോൾ വന്ന് കതവ് തുറന്ന് നോക്കിയപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഉള്ള നല്ല വിരുന്ന് ഉണ്ട്. അപ്പോൾ ഈ ഡോറ് കടന്നു പോകാൻ നേരത്ത് ഇവർക്കിത് കഴിക്കണമെന്നുള്ള ആഗ്രഹവും ഇതെല്ലാം വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞ് ഇതിനകത്തോട്ട് കയറുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കണ്ടീഷനുണ്ട്. ഈ കൈ ഉണ്ടല്ലോ, അവരുടെ കൈയുടെ നീളത്തിന് ഒരു കോല് വയ്ക്കും. കോല് വെച്ചിട്ട് ഇങ്ങനെ കെട്ടും, അതായത് കൈ മടക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ട് കൈയിലും കോല് വെച്ച് കെട്ടിയിട്ടാണ് ഇതിനകത്തോട്ട് പ്രവേശിക്കാറ്. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവരങ്ങ് അകത്ത് കയറി. അകത്ത് കയറിയപ്പോഴാണ് ഇത്രയും ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം കാണുന്നത്. എങ്ങനെ കഴിയും? ഇതെല്ലാം കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, കയ്യിൽ കോലും കെട്ടിയിട്ടുണ്ട്. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവർ ഭക്ഷണം എടുക്കുന്നു, മുകളിലോട്ട് എറിയുന്നു, ക്യാച്ച് ചെയ്ത് കഴിക്കുന്നു. ഇതുള്ള ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും അങ്ങനെ കഴിച്ച് എന്ത് പറ്റി, ആർക്കും കഴിക്കാനും പറ്റിയില്ല, ഭക്ഷണത്തിൽ കുളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വിരുന്നിൻ്റെ സമയം കഴിഞ്ഞ ശേഷം ഈശ്വരൻ വന്ന് നോക്കിയപ്പോഴെന്താണ്, ഇവരാരും കഴിച്ചിട്ടില്ല, ഭക്ഷണം എല്ലാം വേസ്റ്റ് ആയിട്ടുണ്ട്, എല്ലാവരും ഭക്ഷണത്തിൽ കുളിച്ചാണ് നിൽക്കുന്നത്. അപ്പം പിന്നെ അവരെ മാറ്റിയിട്ട് അടുത്തെന്താണ്, ദേവന്മാരെ വിളിച്ചു. അപ്പോൾ അവർ വന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ, കയ്യിൽ കോലൊക്കെ ഇട്ടിട്ടുണ്ട്. നോക്കിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അവർക്ക് ബോധ്യമായി. അപ്പോൾ അവരെന്ത് ചെയ്തു, ഒരു തവിയിൽ ഭക്ഷണം എടുത്തിട്ട് വേറെ ആളെ ഫീഡ് ചെയ്തു. അയാൾ എന്ത് ചെയ്തു, അയാൾ ഭക്ഷണം എടുത്തിട്ട് മറ്റാളെ ഫീഡ് ചെയ്തു. അപ്പോൾ ഞാൻ എടുക്കുന്ന ഭക്ഷണം എനിക്ക് വേണ്ടിയിട്ടല്ല എടുക്കുന്നത്, വേറെ ആളെ ഫീഡ് ചെയ്യാനാണ്. അപ്പോൾ അവിടെ ആ ഒണ്ണസ് വന്നപ്പോൾ എന്ത് പറ്റി, എല്ലാവർക്കും കൃത്യമായി അത് ഭക്ഷണം കഴിക്കാൻ പറ്റി. മനസ്സിലായി? അപ്പോൾ അതാണ് ഈഗോയ്ക്ക് അപ്പുറമാണ് നമ്മുടെ ഋഷിമാരെല്ലാവരും ഈ പറയുന്ന എല്ലാ മെസ്സേജ് എഴുതുന്നത് നമ്മുടെ ഈഗോയ്ക്ക് പെട്ടുപോകാതെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തത്വങ്ങളാണ്. ആ രീതിയിൽ കണ്ടിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അതാണ് ദേവനും അസുരനും തമ്മിലുള്ളൊരു വ്യത്യാസം. അതുകൊണ്ട് റിലവൻ്റാണ്, ഋഷിമാർ എഴുതിയ കാര്യങ്ങളെല്ലാം റിലവൻ്റാണ്. നമ്മളെ ഈഗോയെ ബൂസ്റ്റ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ ഈഗോ ബൂസ്റ്റ് ചെയ്യണമെന്നുള്ളവൻ എന്ത് ചെയ്യും, പതുക്കെ ഋഷിയെ ചവിട്ടി പുറത്താക്കും. ഒരു സ്റ്റോറി ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് ഈ സ്വർഗം നരകം എന്നുള്ള കൺസെപ്റ്റിനകത്ത് സ്വർഗത്തിൽ പോകുന്ന സമയത്ത് അവിടെ ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെയല്ല, ഇവിടുന്ന് നമ്മുടെ വലം കൈ കൊണ്ട് എടുത്തിട്ട് അടുത്താണ് കൊടുക്കണം എന്നുള്ളത്. അതാണ് ഈ ഋഷിമാരെല്ലാവരും ഒണ്ണസിനെ പ്രൊമോട്ട് ചെയ്യാനാണ്, ഈഗോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഞാനും നീയും രണ്ടല്ല. ഇപ്പം നമസ്തേ എന്ന് പറഞ്ഞ് തൊഴുന്നത് എന്താണ്, ഈ രണ്ടായിട്ട് തോന്നുന്നതായ രണ്ട് കൈ ആയിട്ടല്ലേ നമുക്ക് തോന്നുന്നത്. അത് നമ്മൾ രണ്ടല്ല, ഞാനും നീ രണ്ടല്ല, ഒന്നാണ് എന്നുള്ള ആ ഒണ്ണസിനെ സൂചിപ്പിക്കാനാണ് ഈ നമസ്തേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇവിടെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടുണ്ടും ചിന്തിക്കുന്ന ഈഗോയാണ്. അപ്പോൾ ഒണ്ണസിനെ പറ്റി പഠിപ്പിക്കുന്നതാണ് ഈ പറയുന്ന ഋഷിമാരെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എവിടെയെല്ലാം ഈഗോ ഉണ്ടോ, എത്രത്തോളം കാലം ഈ ഭൂമിയിൽ ഈഗോ ഉണ്ടോ അത്രത്തോളം കാലം ഋഷിമാരുടെ ദർശനങ്ങൾക്ക് പ്രസക്തി ഉണ്ട്. അത് ഒരിക്കലും ഔട്ട്ഡേറ്റ് ആകില്ല. നമ്മൾ കണ്ടുപിടിക്കുന്നതെല്ലാം ഔട്ട്ഡേറ്റ് ആവും. അതാണ് അവർ ത്രികാലദർശികളെന്ന് പറയാൻ കാര്യം അതുകൊണ്ടാണ്. മനുഷ്യന് ഈഗോ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതൊന്നും പ്രസക്തമല്ലാതെ ആകുന്നില്ല. ഈഗോ ഉള്ളിടത്തോളം കാലം
അതിൻ്റെ മരുന്നായിട്ട് ഇത് വർക്ക് ചെയ്യും. അതുകൊണ്ട് ഇത് പ്രസക്തമാണ്. ഈഗോ മാറ്റണം എന്ന് ചിന്തിക്കാത്തവന് ഇത് പ്രസക്തമല്ല. ഇന്നത്തെ മതങ്ങളും മത ആചാരങ്ങളും നമ്മുടെ ഇന്ത്യയെ ഇന്ത്യയുടെ പുരോഗമനത്തിന് എങ്ങനെയാണ് സഹായകമാകും? നമുക്ക് കഴിക്കാൻ ഒരു പഴം തന്നു എന്ന് വിചാരിക്കുക. എങ്ങനെ കഴിക്കും പഴം? എന്നിട്ട് ആ തോല് മാറ്റി പഴം കഴിച്ചിട്ട് തോലെന്ത് ചെയ്യും? കളയും. മതം എന്ന് പറയുന്ന പഴത്തിൻ്റെ തൊലിയാണ്. ആവശ്യമുള്ളതെടുത്ത് തൊലി നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. അതിനകത്തിരിക്കുന്ന തൊലി മാറ്റുമ്പോൾ കിട്ടുന്ന പഴമാണ് ആത്മീയത. നമ്മൾ മതത്തെ അല്ല ഫോളോ ചെയ്യേണ്ടത്, ആത്മീയതയാണ് ഫോളോ ചെയ്യേണ്ടത്. എങ്കിൽ ആർക്കും ഒരു ദോഷവും ഉണ്ടാവില്ല. അപ്പോൾ ഈ ആചാരങ്ങളിൽ ബിസിനസ്പരമായിട്ടുള്ള ആ രീതിയിൽ പോകുന്നതല്ലേ? ആചാരങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തെന്നറിയണം. അതാണ് തത്വത്തിലോട്ട് വരണം. ഈ ഭഗവത്ഗീത ഉപദേശിക്കുന്ന സമയത്ത് അർജുനൻ ഡിപ്രഷനായിരുന്ന സമയത്താണല്ലോ ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. അവിടെ വിളക്ക് കൊളുത്താൻ പറഞ്ഞു, ഇല്ല. പൊങ്കലിടാൻ പറഞ്ഞു, ഉരുളി നേർച്ച ചെയ്യാൻ പറഞ്ഞു. അവിടെ എന്താ കൊടുത്തത്? ജ്ഞാനമാണ് കൊടുത്തത്, തത്വബോധമാണ് കൊടുത്തത്. ആചാരങ്ങൾ എന്ന് പറയുന്നത് ഒരു ശൈശവ അവസ്ഥ. ഓരോ വ്യക്തിയിൽ ആധ്യാത്മികയിലോട്ട് വരുമ്പോൾ ഒരു ശൈശവ അവസ്ഥയുണ്ട്. അവൻ്റെ അടുത്ത് പെട്ടെന്ന് പോയി തത്വം പറഞ്ഞാൽ വർക്കൗട്ടാവുമോ? ഇല്ല. അവൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ആചരിക്കാനായി പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്ത് പറ്റി? എല്ലാവരും പിന്നെ അതിലും കുടുങ്ങിപ്പോയി. അതിൽ നിന്ന് ആ ജ്ഞാന വഴിയിലോട്ട് ആരും അടുത്ത സ്റ്റെപ്പിലോട്ട് വരാൻ ആരും തയ്യാറായില്ല, അല്ലെങ്കിൽ തയ്യാറാക്കുന്നുമില്ല എന്നൊക്കെ പറയാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മതത്തിന് നിലനിൽപ്പില്ല. മതത്തിലല്ല നിൽക്കേണ്ടത്, ആത്മീയതയിലോട്ടാണ് നമ്മൾ വരേണ്ടത്. മതം വേറെ, ആധ്യാത്മികത വേറെ. മതത്തിൽ ആത്മീയതയില്ല, ആത്മീയതയിൽ മതവും ഇല്ല. പക്ഷെ ഇന്നത്തെ മതങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനാണ് വലുത്, ഞങ്ങളുടെ മതമാണ് വലുത്, ഞങ്ങളുടെ ദൈവമാണ് ശരി, ആ തത്വത്തിലോട്ട് എത്തുന്നില്ലല്ലോ ആരും. നേരത്തെ പറഞ്ഞതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഈഗോ, അവിടെ ഈഗോ വേറെ രീതിയിൽ കളക്റ്റീവ് ഈഗോ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ശരിയിലോട്ട് അല്ല ഫോക്കസ് ചെയ്യുന്നത്. എപ്പോഴും പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതിയിൽ ഇതിങ്ങനെ പോകൂ. നമ്മളിലൊരു ചോയ്സ് ഉണ്ടാവണം, അത് നമ്മുടെ ഫ്രീഡമാണ്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഞാനും ചിന്തിക്കണമെന്ന് ഉള്ള ചിന്താഗതി കളയുക. സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് അന്വേഷണം. അന്വേഷണം കൃത്യമായാൽ മതി. അന്വേഷണം കൃത്യമാകുമ്പോൾ സത്യം വെളിപ്പെട്ട് കിട്ടും. എല്ലാ ആചാര്യന്മാരും നിലവിലുള്ള സിസ്റ്റം തെറ്റായതുകൊണ്ടാണ് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലേ? ക്രൈസ്റ്റായിരുന്നാലും വന്ന സമയത്ത് അതിനു മുമ്പും ആചാരങ്ങളുണ്ട്, അത് തെറ്റായിരുന്നു. അപ്പോൾ ആചാരങ്ങൾ ബ്രേക്ക് ചെയ്യണമെന്നല്ലേ അത് അവരുടെ മെസ്സേജ് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. തത്വത്തിലോട്ട് നമ്മൾ എത്തണമെന്നാണ്. അവിടെ ആണ് അന്വേഷണവും നിരീക്ഷണത്തിൽ കൂടി നമ്മൾ ആ സത്യത്തിലോട്ട് എത്തുക എന്നുള്ളതാണ്. എല്ലാവരും പോകുന്നതിൻ്റെ ബാക്കിൽ നിന്ന് പോകാനല്ല ആധ്യാത്മികത പറയുന്നത്. അന്വേഷിച്ചിട്ട് സത്യത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. പക്ഷേ പുതിയ തലമുറ എങ്ങനെ തിരിച്ചറിയും? ഇപ്പം മതങ്ങൾ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഇന്ന ദൈവം വലുതാണ്, ഇതല്ല, ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കുറേ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ അവർ ഫോളോ അപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് തത്വത്തെ അവരെങ്ങനെ മനസ്സിലാക്കും? അതാ പറഞ്ഞ അതിൽ നിന്ന് ഇറങ്ങണം. അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളർച്ച ഉണ്ടാകില്ല. ഇത് ഒരു രസകരമായിട്ടൊരു കഥയുണ്ട്. ഒരു കുളം, ഈ കുളത്തിൻ്റെ നടുക്ക് ഒരു വലിയ തൂണുണ്ടായിരുന്നു, ഇരുമ്പ് തൂണ്. അതിങ്ങനെ കാലപ്പഴക്കം കൊണ്ട് തുരുമ്പിച്ചൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ വലിയ കട്ടിയുള്ള തൂണായതുകൊണ്ട് അതങ്ങനെ നിൽക്കുകയാണ്. അപ്പം ആ തൂണിൻ്റെ സൈഡിൽ കുറേ കര പോലെ ഉണ്ട്, കുറച്ച് കുളത്തിൻ്റെ നടുക്കാണ്. അപ്പോൾ ഈ കുളത്തിൽ നിറയെ തവളകളുണ്ട്. ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഈ എല്ലാ തവളകളും ഇങ്ങനെ വന്ന് ഈ തൂണിൻ്റെ താഴെ വന്നിങ്ങനെ വട്ടത്തിലങ്ങനെ ഇരിക്കും. അപ്പോൾ ആ കുളത്തിലെ സീനിയർ തവളകളൊക്കെ ഉണ്ടല്ലോ,
അവരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് പറയും, നമ്മുടെ എത്രയോ തലമുറകൾ ഈ കുളത്തിൽ ജീവിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൂപ്പനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നമുക്ക് ഈ തൂണിൻ്റെ മുകളിൽ ചാടിക്കയറാൻ പറ്റില്ല. എൻ്റെ അപ്പൂപ്പൻ ശ്രമിച്ചിട്ടുണ്ട്, അപ്പൂപ്പൻ്റെ അച്ഛൻ ശ്രമിച്ചിട്ടുണ്ട്, ഇങ്ങനെ 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 ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ ചുറ്റിനിരിക്കുന്ന മറ്റാൾക്കാരെല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ തലമുറകളായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്, നമുക്ക് ഈ തൂണിൻ്റെ മുകളിൽ ചാടിക്കയറാൻ പറ്റില്ല. ഇങ്ങനെ ഇല്ല. അങ്ങനെ ഇരുന്ന സമയത്ത് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരു തവള അപ്പോൾ ഇങ്ങനെ ചാടി 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 വന്നിട്ട് ഒറ്റ ജമീനിൻ്റെ മുകളിൽ കയറി. വളരെ നിസ്സാരമായിട്ട് ചാടിയിരിക്കും. അപ്പോൾ എല്ലാവരും അതിശയപ്പെട്ടുപോയി. ഈ വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരുന്ന കാരണവരായിട്ടുള്ള തവള പോലും അതിശയപ്പെട്ടുപോയി. കാര്യം ഇതെങ്ങനെ ചാടി കയറി എന്നുള്ളതാണ്. അങ്ങനെ അവനെ താഴെ ഇറക്കിയിട്ട് ചോദിച്ചു, നിനക്കിതെങ്ങനെ സാധിച്ചു എൻ്റെ മുകളിൽ ചാടിക്കയറാൻ ചോദിച്ചു. അപ്പോൾ ആ തവള പറഞ്ഞു, എനിക്ക് ചെവി കേട്ടൂടെ പറഞ്ഞു, ആവശ്യമില്ലാത്തത് കേട്ടില്ല. അതുകൊണ്ട് എന്ത് പറ്റി, അവൻ്റെ ഉള്ള കഴിവ് അവന് ഉപയോഗപ്പെടുത്താൻ പറ്റി. അപ്പം നമ്മൾ ശരിക്കുള്ള സത്യമല്ല കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരും. അവിടെയാണ് നേരത്തെ പറഞ്ഞില്ലേ, പറഞ്ഞോട്ടെ, ഇത് കഥകളിലൊക്കെ പറഞ്ഞോട്ടെ, അന്വേഷിക്കാമല്ലോ, ഇത് അവൻ്റെ ഫ്രീഡമാണല്ലോ, അത് അന്വേഷിക്കേണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് നമ്മുടെ ഫ്രീഡമാണ്. അവർ പറഞ്ഞോട്ടെ, അവർക്കറിയുന്നുള്ളവർ പറയട്ടെ, നമ്മളവരെ എതിർക്കണ്ട, അവരെ അത് അക്സെപ്റ്റ് ചെയ്യാം. വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് അന്വേഷിക്കാമല്ലോ. അന്വേഷിക്കുമ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കും. എന്നിട്ട് ആ സഞ്ചാരം ചെയ്യുമ്പോൾ അവർ തെറ്റെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ശരിയെ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ സാക്ഷാത്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫോളോ ചെയ്തോളൂ ചെയ്യേണ്ടവർ. അതങ്ങനെയാണ്. ഇത് ആരെയും കമ്പൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മേഖലയേ അല്ല. കാര്യം പ്രയോറിറ്റി, ഒരാളുടെ പ്രയോറിറ്റി മറ്റൊന്നിലോട്ടാണെങ്കിൽ ഈ ഫസ്റ്റ് പ്രയോറിറ്റി കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ വർക്കൗട്ട് ആകില്ല. അത് ഓരോ പ്രയോറിറ്റി അവരിൽ വരെയാണ്. പ്രൈമറി സെക്കൻഡറി ഉണ്ടെന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ. അത് നമ്മൾ ഒരു അന്വേഷകൻ സാക്ഷാത്കരിച്ചത് അവൻ്റെ പ്രൈമറി ആയിട്ടുള്ള അല്ലേ അവൻ്റെ പ്രയോറിറ്റിയിൽ നിന്നാണ്. ആ പ്രയോറിറ്റി മറ്റവന് വന്നില്ലെങ്കിലോ ഇവൻ്റെ ഒരു വേർഡും അവനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അതുകൊണ്ട് ഇത് എല്ലാവരും ഒരുമിച്ച് സാക്ഷാത്കാരം നേടുമെന്ന് പറയാൻ പറ്റില്ല. ഈ ആധ്യാത്മികതയിൽ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ക്രൈസ്റ്റ് റിയലൈസ്ഡ് ആണ്, പക്ഷെ ആ കാലത്ത് എത്ര ജനങ്ങളുണ്ടായിരുന്നു? ആ റേഷ്യോ വെച്ച് നോക്കൂ, റിയലൈസേഷൻ എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന്. എന്തുകൊണ്ടാണ്? പ്രയോറിറ്റി. ഇതെല്ലാ കാലത്തും ഇതുണ്ടാവും. അവിടെയാണ് ഇപ്പം ഹിന്ദു കോൺസെപ്റ്റിൽ ഈ വീണ്ടും ജനിക്കുന്നു, വീണ്ടും പ്രയത്നിക്കുന്നു, വീണ്ടും കയറി, അങ്ങനെ വരാൻ പറ്റുള്ളൂ. ആ ഒരു സംഭവം സ്വാഭാവികമായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ജനറലൈസ് ചെയ്ത് എല്ലാവരും ഇങ്ങനെ സത്യത്തിലോട്ട് വരണമെന്ന് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മതത്തിൻ്റെ കെട്ടുപാടുകളിൽ അതിനുള്ളിൽ നിൽക്കുന്ന പുതിയ തലമുറകളുണ്ട്, അതിനകത്ത് നിൽക്കുന്നവരുമുണ്ട്, ഒന്നിലും പെടാത്തവരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തലമുറകളോട് അവരെ ആത്മീയ പാതയിലോട്ട് നമുക്കിപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല. അത് ഗുരുജി നേരത്തെ പറഞ്ഞതുപോലെ അവനവൻ്റെ ഉള്ളിൽ നടക്കുന്നൊരു സംഭവം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, മതങ്ങളുടെ അകത്ത് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്, അതിനകത്ത് സ്റ്റക്കായി നിൽക്കുന്ന. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ചില ചോദ്യങ്ങളോ അന്വേഷണങ്ങളോ ഒക്കെ ഉണ്ടാവാം. ചിലരുടെ ഉള്ളിൽ അത് മാത്രം വിശ്വസിച്ച് അതിനെ അന്ധമായിട്ട് വിശ്വസിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള തലമുറയോട് അവരെ നമ്മുടെ ഉള്ളിലെ സ്പിരിറ്റിനെ, ആ ഒരു സോളിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ഉപദേശമാണ് നമുക്ക് കൊടുക്കാനുള്ളത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവരെ കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല, നമ്മൾ പറഞ്ഞു, അത് അവനവൻ്റെ ഉള്ളിൽ നടക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് അതിനുള്ളൊരു ഒരു ഒരു എന്താണ് ഒരു പടി തുറന്നിട്ട് കൊടുക്കാം, ഒരു വഴി തുറന്നിട്ട് കൊടുക്കാം. മുമ്പ് എന്തിനു വേണ്ടിയിട്ടാണോ മതങ്ങളും മതാചാരങ്ങളും ഉണ്ടാക്കിയത്, അത് ഇന്ന് അത് വേറൊരു തലത്തിലോട്ട് മാറിക്കഴിഞ്ഞു. അപ്പം അതിൽ നിന്ന് രക്ഷിച്ച് എങ്ങനെ അവരെ നമുക്ക് ഒരു ആത്മീയ പാതയിലോട്ട് കൊണ്ടുവരാം, അവരെ കൊണ്ടുവരാം എന്നുള്ളത് കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല. എന്നാൽ ഞാൻ പറയുന്നത്, എങ്ങനെ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ, മതങ്ങൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടായത് പല റൂട്ട്സാണ്. മതങ്ങൾ പല വഴികളാണ്, ഉള്ളിലുള്ള ആ ഒരു സ്പിരിറ്റിനെ തിരിച്ചറിയാനുള്ള വഴികളാണ്.
അതുപോലെ അതിനകത്ത് ഇപ്പം കപടതകളുണ്ട്. അതില്ലാണ്ട് നമുക്ക് എങ്ങനെ അവർക്ക് ഈ തത്വത്തെ മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു സ്റ്റെപ്പ്, ഒരു വഴി തുറന്നു കൊടുക്കാന്നുള്ളതിനെ കുറിച്ച്. അതായത് നേരത്തെ പറഞ്ഞല്ലോ, മനസ്സിനെ നിരീക്ഷിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ഇപ്പം മതവും ഈശ്വരനെയൊക്കെ നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തും. ഇപ്പം നിലവിൽ ഞാനിപ്പോൾ ശ്വസിക്കുന്നുണ്ട്. ശ്വാസം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സുണ്ട്. നിലവിൽ എനിക്ക് ഈശ്വരനെയാണ് അനുഭവപ്പെടുന്നത്, എൻ്റെ ശ്വാസമാണ് അനുഭവപ്പെടുന്നത്, എൻ്റെ ശ്വാസമാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. മനസ്സുണ്ടെന്നുള്ള സത്യം ആണ് എന്നുള്ളത്. മറ്റേ ഈശ്വരൻ എന്ന് പറയുന്നൊരു വിശ്വാസമാണ്. മനസ്സെന്ന് പറയുന്നൊരു വിശ്വാസമല്ലല്ലോ, അത് എനിക്ക് അനുഭവപ്പെടുന്ന ഒരു സത്യമാണ്. അപ്പോൾ ഈ മനസ്സിനെ നിരീക്ഷിക്കുമ്പോൾ പല വികാരങ്ങൾ മനസ്സിനുണ്ടെന്ന് മനസ്സിലാവും. അതിൽ ഏറ്റവും മുന്തി നിൽക്കുന്ന വികാരം ഭയമാണ്. 99% ആൾക്കാരിലും ഭയം എന്നുള്ള വികാരം, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത്, എൻ്റെ നിലനിൽപ്പ്, ഇതൊക്കെയാണ് ഭയത്തിൻ്റെ സ്പോർട്സ്. ഭയം എന്നുള്ള വികാരമാണ് ഏറ്റവും വലിയ വികാരമായിട്ട് മനസ്സിൽ ഉള്ളത്. അതിന് ആശ്വാസം കണ്ടെത്താനായിരിക്കും ഒരാളൊരു മതത്തിലോട്ട്. യവന് അതിൽ നിന്ന് ചിലത് കിട്ടുന്നില്ലെന്ന് വിചാരിക്കുക, അടുത്ത ഭയം എന്താണ്, അത് ചോദ്യം ചെയ്യാൻ ഭയക്കും. അപ്പോൾ ഭയം അവനിൽ ഉണ്ട്, ബേസിക്കലി ഉണ്ട്. അപ്പോൾ ഈ മനസ്സിൻ്റെ ഇത്തരം വികാരങ്ങളെ നിരീക്ഷിക്കുമ്പോൾ, ഒരു വ്യക്തി നിരീക്ഷിക്കുമ്പോൾ, ഏത് കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട്. അപ്പോൾ ഒരു ഭയം അവിടെ ഉണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. ഇതൊരു വ്യക്തിക്ക് നിരീക്ഷിച്ച്, ആദ്യം അന്വേഷിച്ചിട്ട് പിന്നെ അന്വേഷിക്കുകയും നിരീക്ഷിക്കലും ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ മാത്രമേ ഒരു വ്യക്തത വരുള്ളൂ. ആ ഒരു വ്യക്തത വേറൊരാൾക്ക് ഉപദേശിച്ചാൽ കിട്ടില്ല, ഒരു ഗ്രന്ഥം വായിച്ചാൽ കിട്ടില്ല. യവനെ ഒരു പുസ്തകമാക്കണം, യവൻ തന്നെ റീഡറായിരിക്കണം. അപ്പോൾ പള്ളിയും അച്ഛനും കപ്പ്യാരും എല്ലാം യവൻ തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ നിരീക്ഷണത്തിൽ കൂടി ഒരു ആൻസർ കിട്ടുള്ളൂ. അവൻ മാത്രമേ ഫ്രീഡത്തിലോട്ട് വരുള്ളൂ. ഇത് അവന് മാത്രമുള്ള ഏറ്റവും വലിയ ഒരു ഫ്രീഡമാണ്, അവൻ്റെ സ്പേസാണത്. പലരും ഈ സ്പേസ് ഉപയോഗിക്കുന്നില്ല. സ്പേസ് ഉപയോഗിക്കാതെ അന്ധമായിട്ട് ഫോളോവർ ആവുന്നതിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പോഴെന്ത് പറ്റുന്നു, ആ ഭയം അങ്ങനെ നിൽക്കും. ഭയം നിൽക്കും തോറും അടിമയായിക്കൊണ്ടിരിക്കും. കാര്യം ഭയമാണ്. ആ ഭയത്തിന് രക്ഷ നേടണം. അപ്പോൾ ഇവനൊരു അടിമയാവുന്നു. ഈ ഫോളോവർ എന്ന് പറയുന്ന ഒരു അടിമയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവിടെയാണ് സത്യത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ള വാക്കിൻ്റെയൊക്കെ പ്രസക്തി. അവിടെ ഒരു ഫോളോവർ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ട്രാക്കിൽ ഇങ്ങനത്തെ ഒരു ട്രാക്ക് ഉണ്ട് എന്നുള്ളൊരു മിനിമം ബോധം ഒരു വ്യക്തിയെ ഉണ്ടായാൽ ആരും ഒരു മതത്തിൻ്റെയും അടിമയാകില്ല. ഫ്രീഡത്തിലോട്ട് അവൻ പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. അപ്പോൾ നിരീശ്വരവാദത്തിൽ പോകുന്നവരെങ്ങനെയാണ്? നിരീശ്വരവാദം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ളൊരു ചോയ്സ് ഉണ്ടല്ലോ. ഇപ്പം നിരീശ്വരവാദം പറയുന്നത് നിരീശ്വരനില്ല എന്ന് പറയുന്നു. പിന്നെ എന്താണ് ഉള്ളത് എന്നും കൂടെ പറയാൻ ബാധ്യസ്ഥത ഉണ്ട് അവിടെ. പിന്നെ ഉള്ളത് ഇവിടെ എന്ത്? ആ എന്താണ് ഉള്ളതെന്ന് പറയുമ്പോൾ ആ ഉള്ളതിനെ ക്രിയേറ്റ് ചെയ്ത് അവനാണോ? ആ ഉണ്ടെന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ് അവൻ. അപ്പോഴവിടെ എന്താണ്? യവ എന്താണ് ഉള്ളതെന്ന് പറയുമല്ലോ, യവന് ശേഷം ആ ഉള്ളത് അവിടെ ഉണ്ടല്ലോ. അപ്പം അതിൽ നിന്ന് തന്നെ നിരീശ്വരവാദം പോയില്ലേ? അങ്ങനെ അപ്പം അതില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. എന്താണ് ഉള്ളതെന്ന് പറയണം. നീ പറയുന്ന ഉള്ളത് നീ പോയാലും ഉണ്ടാവുമോ എന്ന് ചോദിക്കണം. തീർന്നു. ഇനി മുമ്പോട്ടുള്ള അങ്ങയുടെ പ്ലാനുകൾ എന്താണ്? അതായത് മുന്നോട്ടുള്ള ആത്മീയ ജീവിതത്തിൻ്റെ ഒരു എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ മനസ്സിൽ. ഇനി അങ്ങോട്ട് എൻ്റെ സ്പിരിച്വൽ ജേണി ഇങ്ങനെ ആയിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ധ്യാനത്തിൻ്റെ പ്രചരണമാണ് ബേസിക്കലി മീ ധ്യാന സെൻറ്റർ ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ ഭാഗമായിട്ട് കോഴ്സും ഇല്ല, ഫീസും ഇല്ല.
ആർക്കാണോ ആത്മാന്വേഷണത്തിന് താല്പര്യമുള്ള ആർക്കും വരാം, പങ്കെടുക്കാം, ഈ സത്യത്തെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ധ്യാനം പഠിപ്പിക്കാനോ ഒരാൾക്ക് പഠിച്ചെടുക്കാനോ പറ്റില്ല, സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കാൻ പറ്റും. അതാണ് ഇവിടെ എല്ലാ മാസവും 5 മണിക്കൂറിൻ്റെ ധ്യാന ക്യാമ്പിൽ ചെയ്യുന്നത്. അതിനോട് താല്പര്യമുള്ള ആൾക്കാർ ഇങ്ങനെ വരാറുണ്ട്, ഒരുമിച്ചിരുന്ന് ധ്യാനം പരിശീലിക്കാറുണ്ട്, സത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതിങ്ങനെ തുടരുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 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 അന്യ മനുഷ്യൻ്റെ, അതായത് അവൻ ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് ആ ഒരു രീതിയിലായിരിക്കുമല്ലോ ജീവിത രീതി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തീരുന്നു ഒരു ആത്മീയ പുരുഷൻ്റെ ഒരു ജീവിത ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നേരത്തെ അങ്ങ് പറഞ്ഞു. എന്നാലും ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ സ്പിരിച്വൽ ലൈഫിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നു. എൻ്റെ സ്പിരിച്വൽ ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. എൻ്റെ മരണം വരെയും ഇത് ഇങ്ങനെ പോകും. അതിലപ്പുറം എന്തെങ്കിലും ഉണ്ടാവും ഒരു സ്പിരിച്വൽ ലൈഫിൽ. ഞാൻ ഉദ്ദേശിക്കുന്നത് അത്ഭുത പ്രവൃത്തി സിദ്ധി അതല്ല. മനസ്സിലായി. അതായത് ഇതിങ്ങനെ പോയി മരിച്ചു പോകുന്നു ലാസ്റ്റ് അവസാനം, അല്ലെങ്കിൽ ചില ആൾക്കാർ സമാധി എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് പോകുന്നു. ഇതിലപ്പുറം എന്താണ് ഒരു സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത്? ഇത്രയേ ഉള്ളൂ? അത് ഇതാണോ? ആ ഒരു പരമാനന്ദത്തിൽ ലയിച്ചിരിക്കുന്നതാണോ? അതോ അതിലപ്പുറം എന്തെങ്കിലും നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടതുണ്ടോ? നമ്മുടെ അതിനെക്കുറിച്ച്. അതായത് നേരത്തെ നമ്മളൊരു വാക്ക് പറഞ്ഞല്ലോ, ജീവൻ, ജഗത്ത്, ഈശ്വരൻ. ഇത് മൂന്നും നമുക്ക് ഫാക്റ്റ് പോലെ തോന്നും. പക്ഷേ ഇത് ഒറ്റ ഫ്രെയിമിലാണ്, ഒറ്റ ഡയമെൻഷനാണ് ഇത്. പക്ഷെ നമുക്ക് ജീവൻ വേറെ, ഈശ്വരൻ വേറെ, ജഗത്ത് വേറെയും തോന്നുന്നത് നമുക്ക് നമ്മുടെ മൈൻഡ് അതിൻ്റെ ഇടയിൽ നിന്ന് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ മൂന്നായിട്ടാണല്ലോ ഫീൽ ചെയ്യുന്നത്. വേദാന്തത്തിലൊരു വാക്കുണ്ട്, ത്രിപുടി എന്ന് പറയും. അതായത് സിയർ, സീയിങ് ഓബ്ജക്റ്റ്, അതായത് കാണുന്നവൻ, കാണപ്പെടുന്ന വസ്തു, കാണുന്ന പ്രോസസ്സ്. ഇത് മൂന്നായിട്ടല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇത് ഒറ്റ ഡയമെൻഷൻ ആവുന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്തായിരിക്കും? സിയറും സീയിങ് ഓബ്ജക്റ്റും സീയിങ്ങും എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ഇത് മൂന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണ്. അതിനാണ് ഈ ത്രിപുടി എന്ന് പറയുന്ന വാക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. വേദാന്തത്തിൽ പറയുന്ന ത്രിപുടി. ഈ ത്രിപുടി ലയിക്കണമെന്നാണ്, ഒറ്റ ഡയമെൻഷൻ ആവണമെന്നാണ്. കാണുന്നവനും കാണുന്ന പ്രോസസ്സും കാണുന്ന വസ്തുവും ഒരു ഡയമെൻഷൻ ഒന്നാണെന്നുള്ള ഒരു ഡയമെൻഷൻ എത്തുമ്പോൾ ത്രിപുടി ലയനം എന്ന് പറയുന്നത്. ഇതിനാണ് റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് എത്തുന്നവരെയും ട്രാവലുണ്ട്. ഒരു വ്യക്തിക്ക് ആ ത്രിപുടി ലയിക്കണ്ടേ? ഞാൻ ആത്മീയത അല്ലെങ്കിൽ ആത്മീയമായി പ്രാക്ടീസ് ചെയ്യുന്നു പറയുമ്പോൾ ഞാൻ വേറെ, ആ പ്രോസസ്സ് വേറെ. അപ്പോൾ എന്താണ് ലക്ഷ്യം? എത്തേണ്ട ലക്ഷ്യം വേറെ. അത് ഒറ്റ ഡയമെൻഷനിലെത്തണം. ഇത് മൂന്ന് ഒറ്റ ഡയമെൻഷനിലാകുമ്പോഴാണ് സെൽഫ് റിയലൈസേഷൻ എന്നുള്ള ഒരു സംഭവം സംഭവിക്കുന്നത്. ആ റിയലൈസേഷൻ സംഭവിക്കാത്തിടത്തോളം കാലം ഇവൻ ഇത് മൂന്നായിട്ട് ഇരിക്കുന്നത്, ഒന്നിനെയാണ് ഈ മൂന്നായിട്ട് കാണുന്നത്. അത് ഒന്നാണെന്നുള്ളത് റിയലൈസ് ആവണ്ടേ? കാര്യം അവിടെ മനസ്സിൻ്റെ സ്വാധീനം അപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെയാണ് അതിനെ നിരീക്ഷിച്ചിട്ട് അൾട്ടിമേറ്റിലോട്ട് നമ്മൾ എത്തേണ്ടത്. മനസ്സ് ലയിക്കുന്ന ഒരിടമുണ്ട്. ഇത് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ വരും, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു വ്യക്തിയാണ്, ഒരു ദിവസം 24 മണിക്കൂർ എന്ന് ചിന്തിക്കുക. ഈ 24 മണിക്കൂറിലുള്ള എൻ്റെ മനസ്സിൻ്റെ പ്രവർത്തനത്തെ പറ്റി ഞാൻ ചിന്തിക്കുക. ഉണർന്നിരിക്കുന്ന സമയത്ത് ജാഗ്രത മൈൻഡ് എന്ന് തന്നെ പറയും. ഉറങ്ങുന്ന സമയത്ത് എന്താണ്? ശരീരം ചലിക്കുന്നില്ല, ബെഡിൽ കിടക്കുന്നു, മനസ്സ് ചലിക്കുന്നു. അപ്പം മനസ്സിൻ്റെ സ്വപ്നാവസ്ഥ, 2ാം സ്റ്റേജ്. ഇനി ഒരു ഘട്ടം കഴിയുമ്പോൾ എന്താണ്? സുഷുപ്തിയിലോട്ട് പോകും. ഈ മനസ്സ് പോലും പ്രവർത്തിക്കാതെ ലയിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ 24 മണിക്കൂറിനകത്ത് എൻ്റെ മനസ്സ് 3 പ്രോസസ്സിലാണ് പ്രവർത്തിച്ചത്. ജാഗ്രത സ്റ്റേജിൽ പ്രവർത്തിച്ചു, അതേ മൈൻഡ് സ്വപ്നാവസ്ഥയിലോട്ട് പ്രവേശിച്ചു. അപ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡൊക്കെ വർക്ക് ചെയ്യുന്നത് അവിടെയാണ്. എന്നിട്ട് എന്താണ്? സുഷുപ്തി, ഡീപ്പ് സ്ലീപ്പ്. അവിടെ എന്തുണ്ട്? മൈൻഡില്ല. അപ്പോൾ അവിടെ എന്താണുള്ളത്? അത് മാത്രമേ ഉള്ളൂ. വി ആർ ഗോഡ് എന്ന് പറയുന്ന അവസ്ഥയാണ്. കാരണം അവിടെ മനസ്സ് ഇല്ല. അപ്പോൾ ആ അവസ്ഥ ഒരാൾ ഉണർന്നിരിക്കുമ്പോഴും ഉണ്ടാകുന്നതാണ് സെൽഫ് റിയലൈസേഷൻ. എന്താണുള്ളത്? അതേ ഉള്ളൂ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈ ധ്യാനം എന്ന് പറയുന്നത്
ബോധമുള്ള ഉറക്കം എന്ന് പറയുന്നത് അതിൻ്റെ കാര്യം എന്ന് പറയാൻ കാര്യം എന്നാണ്. കാര്യം ആ ബോധം അവിടെ ഉണർന്നിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥ എത്തണം. അപ്പോൾ മൈൻഡിൻ്റെ ഈ 3 സ്റ്റേറ്റ്, ജാഗ്ര, സ്വപ്ന, സുഷുപ്തി, ഈ 3ആയിട്ടിരിക്കുന്നത് ഒറ്റ ഡയമെൻഷനിലോട്ട് വരുന്നതാണ് റിയലൈസേഷൻ. അത് മൈൻഡ് വെച്ചിട്ടല്ലേ നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, മൈൻഡ് വെച്ച് ഒരിക്കലും റിയലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. കാര്യം സുഷുപ്തിയിലും നമ്മളുണ്ടല്ലോ. സുഷുപ്തിയിൽ നമ്മളുണ്ട്, നമുക്കൊരു കുഴപ്പമില്ല. അവിടെ മൈൻഡിന് ഇൻ്റർപ്രിട്ടേഷൻസ് ഒന്നുമില്ല. അപ്പോൾ അവിടെ നമ്മളെ ആ സുഷുപ്തിയിൽ നിലനിൽക്കാൻ സഹായിച്ച ഞാനാണോ എന്നെ? അല്ല, ഡിവിനിറ്റിയാണ്. ഡിവിനിറ്റിയിലാണ് നിൽക്കുന്നത്. അറിയുന്നില്ല. അതിനാണ് തുര്യത്തിലെത്തണമെന്ന് പറയുന്നത്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്നുള്ളത് തുര്യത്തിലെത്തണം. തുര്യം എന്ന് പറഞ്ഞാൽ ബോധപൂർവമുള്ള ഉറക്കം. നേരത്തെ പറഞ്ഞത് മറ്റേ അബോധാവസ്ഥ, ഉറക്കത്തിൽ അറിയാതെ സംഭവിക്കുന്നതാണ്. ഇത് ഉണർന്നിരിക്കുമ്പോൾ അറിയണ്ടേ. അപ്പോൾ അവിടെ സുഷുപ്തി എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്ന, തുര്യം എന്നുള്ള, അതിനാണ് ധ്യാനം. അതാണ് ബോധപൂർവമുള്ള ഉറക്കം എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിലോട്ട് വരുമ്പോൾ മാത്രമേ അത് വർക്കൗട്ട് ആവുകയുള്ളൂ. അതാണ് ഈ മനസ്സിൻ്റെ ചലനത്തെ നിരീക്ഷിച്ചിട്ട് അത് ലയിപ്പിക്കുക. അപ്പോൾ ത്രിപുടി ലയിക്കുന്ന ഒരവസ്ഥയിൽ റിയലൈസേഷൻ ഒരു വ്യക്തിയിൽ സംഭവിക്കും. അതുവരെ ആ ട്രാവൽ അവൻ സഞ്ചരിക്കണം, ഇൻറ്റേർണലി അവൻ സഞ്ചരിക്കണം. അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ പിന്നെ സഞ്ചാരമില്ല. കാര്യം എന്താണ്, പിന്നെ അൾട്ടിമേറ്റല്ലേ ഉള്ളൂ. വേറെ ആര് ഒന്നും ചെയ്യാനില്ല, നേടാനില്ല, ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ വേറെ, അത് വേറെ. പക്ഷെ ഇത് രണ്ടും ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ മൈൻഡും എല്ലാം ഒന്നാണ്. അതാ പറഞ്ഞു വരുന്നത്. ഒറ്റ ഡയമെൻഷനിൽ വരുമ്പോൾ ഇതെല്ലാം മെർജ് ചെയ്ത് ഒന്നാവും. മൈൻഡും മൈൻഡിനെ നിരീക്ഷിക്കുന്ന ഞാനും മൈൻഡിന്റെ ചിന്തകളെ മാറ്റി നിർത്തി ആംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്ന ഞാനും എല്ലാം ഒന്നാണ്. ആ പലതില്ലെന്നാ പറയുന്നത്. ഈ ഡൈമെൻഷൻ ഇല്ല, അല്ലെങ്കിൽ ഡൈവേർഷൻ ഇല്ല, ഈ പലതില്ല എന്നുള്ളൊരവസ്ഥ ഫീൽ ചെയ്യുന്നതാണ് റിയലൈസേഷൻ. അപ്പോൾ ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടുന്നതും ഞാൻ തന്നെ ആണ്. അതാണ് ഹാപ്പിനെസ് അനുഭവിക്കുന്നതും ഞാൻ തന്നെ ആണ്. അതാണ് ഈ മനസ്സിനെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത് ധ്യാനത്തിൽ. ഈ മനസ്സിനെ നിരീക്ഷിക്കാതിരുന്നാൽ അപ്പോൾ എനിക്ക് ഫീൽ ആവുന്ന ഹാപ്പിനെസ് അതും ഞാൻ തന്നെ. ഹാപ്പിനെസ് പല രീതിയിലുണ്ട്. അല്ല, നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ സത്യത്തെ ബോധ്യപ്പെട്ട ഒരാൾ ആനന്ദത്തിരിക്കുന്നതും സത്യത്തെ മറന്നുകൊണ്ട് ഇഷ്ടവസ്തുവിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് വ്യത്യാസമുണ്ട്. കാര്യം ആ ഹാപ്പിനെസ് എന്താണ്, ആ ഇഷ്ടവസ്തു എപ്പോഴാണ് ബ്രേക്ക് ആവുന്നത്, അപ്പോൾ അവൻ ഉടൻ നിരാശനാകുന്നു. അതിന് ഓപ്പോസിറ്റ്സുകളുണ്ട്, ആനന്ദത്തിന് ഓപ്പോസിറ്റ് ഇല്ല. അപ്പോൾ മൈൻഡ് ഉപയോഗിച്ചു കൊണ്ടുള്ള സന്തോഷവും മനസ്സ് ഉപയോഗിക്കാതിരിക്കുമ്പോഴുള്ള ആനന്ദവും എൻ്റെലും ഡിഫറെൻ്റ് ആണ്. അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലോജിക്കലി ചിന്തിക്കുന്നതാണല്ലോ എപ്പോഴും മൈൻഡ് എന്ന് പറയുന്നത്. ലോജിക്കലി ചിന്തിക്കുന്നതാണോ മൈൻഡ്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ യുദ്ധങ്ങൾ എന്തിനാണ്? ആ യുദ്ധത്തിൻ്റെ പിന്നിൽ എന്താണ് ലോജിക്കുള്ളത്? ഒരാൾ വേറൊരാളെ ദോഷപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവിടെ ലോജിക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നത് മാത്രമല്ല, കുബുദ്ധിപൂർവ്വവും മനസ്സ് ചിന്തിക്കും. അവിടെ സെൽഫിഷ്നെസ് വരുമ്പോഴുണ്ടാകുന്ന പ്രോബ്ലമാണ്. ലോജിക്ക് പോലും അവിടെ വാലിഡിറ്റി ഇല്ലാത്ത ഒരവസ്ഥ വരും. ഈ നമ്മുടെ മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, എൻ്റെ ഉള്ളിലെ സ്പിരിറ്റ്, തോട്ട്സ് എല്ലാം വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അതിനെല്ലാം ഒറ്റ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ അതും ഞാൻ തന്നെ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ മൈൻഡിൻ്റെ തോട്ട്സിനെ മാറ്റി വച്ചാലേ എനിക്ക് ആ കോൺഷ്യസ്നെസ് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? ലോജിക്കാണുള്ളത് എന്തോ ഒന്നും ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതെനിക്ക് കൂടെ ഒന്ന് കണക്ട് എളുപ്പം ഒരു ഉദാഹരണത്തോട് പറയാം. നമ്മളിപ്പം ഈ തലയിൽ വേറെ പലതും കയറ്റി വെക്കരുത്, ഒരു ആശയമോ ഒന്നും വെക്കരുത്, എല്ലാം ഒന്നാണെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്, അതൊക്കെ വിടുക. കിച്ചണിൽ അമ്മ ദോശ ചുടാൻ പോകുന്നു വിചാരിക്കും. അപ്പോൾ നമ്മളൊരു പാത്രം കൊണ്ടുപോയിട്ട് അമ്മ ഇതിൽ കുറച്ച് ദോശയുടെ മാവ് തരൂ എന്ന് പറഞ്ഞു വിചാരിക്കും. അപ്പോൾ അമ്മ ചോദിക്കും, എന്തിനാണ് ചോദിക്കും. ഒരു പരീക്ഷണത്തിനാണെന്ന് പറഞ്ഞിട്ട് ഈ പാത്രത്തിൽ മാവ് എടുത്തിട്ട് നമ്മളിത് അടച്ചുകൊണ്ട് നമ്മൾ മുറി വെച്ചേക്കുകയാണ്. ഇപ്പം നിലവിലെ പാത്രത്തിനകത്ത് എന്താ ഉള്ളത്? ദോശയുടെ മാവാണ് ഉള്ളത്. ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ തുറന്നു നോക്കി, അപ്പോൾ എന്ത് പറ്റി? ഇതൊന്ന് പുളിച്ച് ഇതൊന്ന് പൊങ്ങി വന്നു.
ആ പാത്രത്തിൽ ഏകദേശം നിറഞ്ഞിരിക്കുന്ന രീതിയിൽ അത് പ്രോസസ്സിങ് നടക്കുന്നത് കൊണ്ട് അത് അങ്ങനെ വന്നതാണ്. അപ്പോഴും അതിൻ്റെ പേരെന്തോന്നാണ്? ദോശയുടെ മാവ് തന്നെയാണ്. നമ്മൾ വീണ്ടും അത് അടച്ചു വെച്ചു. അടുത്ത ദിവസം നമ്മൾ തുറന്നു നോക്കി. എന്തായിരിക്കും സംഭവിക്കുക? ബബിൾസൊക്കെ വന്നിട്ട് അത് പൊട്ടി അതിങ്ങനെ ഒന്ന് താഴ്ന്നു തുടങ്ങും. അപ്പോൾ വീണ്ടും അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു. അപ്പോഴും അതിൻ്റെ പേരെന്തോന്നാണ്? ദോശമാവ് തന്നെയാണ്. അടുത്ത ദിവസം നോക്കിയപ്പോൾ എന്ത് സംഭവിക്കും? അതിൽ പുഴു വരും അല്ലേ? ഇതിൽ നിന്ന് പുഴു വരും. എന്നാൽ ദോശമാവും ഉണ്ട്. ഇപ്പം നിലവിൽ അതിനകത്ത് എന്താ ഉള്ളത്? പുഴുവും ദോശമാവും. അപ്പം അതിൻ്റെ പേരെന്തെന്ന് പറയും നമ്മൾ? പക്ഷേ പുഴു ഉണ്ടല്ലോ, അതുകൊണ്ട് അതിന് ദോശമാവെന്ന് മാത്രം പറയാൻ പറ്റുമോ? പറ്റില്ല. ഈ പുഴു എവിടെ നിന്നാണ് ഉണ്ടായത്? ദോശയുടെ മാവിൽ നിന്നാണ്. ഈ പുഴു കഴിക്കുന്ന എന്തോന്നാണ്? ദോശമാവാണ് കഴിക്കുന്നത്. അപ്പോൾ പുഴുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ എവിടെ നിന്നാണ് വന്ന്, നീ മാവിൽ നിന്ന് വന്ന് പറഞ്ഞാൽ വാങ്ങിയിരിക്കുമോ? ഇല്ല. ഈ മാവ് എന്നെ കാണിച്ചിട്ട് ഇതെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും? ഫുഡെന്നേ പറയുള്ളൂ. ഇനി അവിടെ ഒരു പുഴുവാണോ ഉള്ളത്? അല്ല, ഇഷ്ടംപോലെ പുഴുക്കളുണ്ട്. എല്ലാവരുടെയും ഭക്ഷണം എന്തോന്നാണ്? ഈ ദോശമാവാണ്. പിന്നെ അടി കൂടൂലേ? ദോശമാവ് തീരുന്നവരെ അടി കൂടൂലേ? ഇവരെല്ലാവരും ദോശമാവിൽ നിന്ന് ആണ് വന്നത്. പക്ഷെ അവരാരെങ്കിലും അംഗീകരിക്കുമോ? ഇല്ല. അതാണ് ഈഗോ. ഈഗോ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അല്ലേ, ജഗത്ത്, ഈശ്വരൻ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഒറ്റ ഡയമെൻഷനിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇതെല്ലാം ഉണ്ടായത് ഒന്നിൽ നിന്നാണ്. പക്ഷേ ഈഗോ ഇതൊന്നും സമ്മതിക്കില്ല. അത് എപ്പോഴും വേറെ 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 എന്ന് നമ്മളെ തോന്നിക്കും. അതാണ് ഈഗോയുടെ പരിപാടി. മെയിൻ പരിപാടി അതാണ്. ഋഷിമാർ വന്നിട്ട് ഈ വേറെ വേറെ എന്ന് പറയുന്നതിനെ നീ നിർത്തൂ. ഈ വേറെ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അത് മൈൻഡാണ് കളിക്കുന്നത്. ഇപ്പം നിർവ്വാണ ശതകത്തിൽ പറയും, ഗുരുവില്ല ശിഷ്യനുമില്ല എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ അർത്ഥം എന്തോന്നാണ്? ഒന്നേ ഉള്ളൂ എന്ന് പറയാനാണ്. മനസ്സില്ല, ബുദ്ധിയില്ല, ചിത്തമില്ല, അഹങ്കാരമില്ല, പഞ്ചഭൂതങ്ങളില്ല. ഈ വേറെ വേറെ എന്ന് തോന്നുന്ന ഒന്നും ഇല്ല. മൈൻഡിന് വ്യവഹാരത്തിന് വേണ്ടി ഇതെല്ലാം വേറെയും ചിന്തിച്ചാൽ മാത്രമേ അതിന് അത് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നമ്മൾ അക്കാഡമിക് നോളജ് എല്ലാം ഇതെല്ലാം വേറെ വേറെ എന്നുള്ള നോളജിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പം എന്താണോ വേറെ വേറെ എന്ന് പഠിച്ചത്, ഇതൊന്നും വേറെ വേറെ അല്ല എന്നുള്ള നോളജാണ് സ്പിരിച്വൽ നോളജ്. അപ്പം ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് ജീവിക്കുമ്പോൾ മാത്രമേ ഒരു ജീവിതം പൂർണ്ണമാവുള്ളൂ. അപ്പം വ്യവഹാരത്തിൽ ദേശീയതയും പ്രാദേശികതയും എല്ലാം വരും, ക്ലാസിഫൈ ചെയ്ത് ചിന്തിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ആ സ്പിരിച്വൽ വേർഡിൽ ഈ സംഭവം ഇല്ല. അപ്പം അത് ഒരു വ്യക്തിയുടെ ആ ശരിയായ നിരീക്ഷണവും പരീക്ഷണവും അന്വേഷണത്തിൽ കൂടിയാണ് അവൻ അതിനെ എടുക്കേണ്ടത്. അപ്പോൾ സ്ഥൂലത നിൽക്കുമ്പോൾ ക്ലാസിഫിക്കേഷൻ വരും. സൂക്ഷ്മതയിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ക്ലാസിഫിക്കേഷൻ ഓൾറെഡി കുറയും. അങ്ങനെയാണ്. കാര്യം ഇപ്പോൾ നമ്മൾ ഒരു കോമ്പൗണ്ടിൽ നിൽക്കുമ്പോഴാണല്ലോ ഇത് എൻ്റെ കോമ്പൗണ്ടാണെന്ന് ചിന്തിക്കുന്നത്. നമ്മൾ ഫ്ലൈറ്റിൽ കയറി മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോഴോ തിരുവനന്തപുരവും കേരളവും ആ രീതിയിലല്ലേ ചെയ്യുന്നത്. ഇന്ത്യ അല്ലെങ്കിൽ ലോകം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത്. അവിടെ പിന്നെ നമ്മുടെ അതിരുകൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? സൂക്ഷ്മതയിലോട്ട് വരുമ്പോൾ എല്ലാ അതിരുകളും മാറും. ആധ്യാത്മികത മൊത്തവും സൂക്ഷ്മതയിൽ നിൽക്കുന്നതാണ്. ആ രീതിയിൽ കണ്ടാൽ മാത്രമേ അതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. സ്പിരിറ്റിന് ഒരു സ്പിരിറ്റിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും? സച്ചിത് ആനന്ദം എന്ന് പറയുന്ന അവസ്ഥയാണ്. എന്നും ഉള്ളതും എല്ലാ അറിവും ഉള്ളതും. പലരും റിയലൈസ് ചെയ്യുന്നത് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. റിയലൈസേഷൻ യഥാർത്ഥത്തിൽ ആനന്ദത്തെ റിയലൈസ് ചെയ്യുന്നത്. കാര്യം സ്പിരിച്വാലിറ്റിയിലുള്ള പലരും പല ആംഗിളിൽ സ്പിരിച്വാലിറ്റിയെ ഇൻ്റർപ്രറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അത് അവർ മനസ്സിലാക്കുന്നതാണ്. ഇപ്പം ഒരു ആധ്യാത്മികപരമായിട്ട് നമ്മൾ പോകുമ്പം ചില അനുഭൂതികൾ കിട്ടും. ആ കിട്ടിയ അനുഭൂതി പൂർണ്ണമായെന്ന് ചിന്തിക്കുമ്പോഴാണ് ഇൻ്റർപ്രറ്റേഷൻസുകൾ ഡിഫറെൻ്റ് ആവുന്നത്. പിന്നെ നമ്മൾ ഈ അനുഭവപ്പെട്ടതിനെ എന്ന് അവർ ചിന്തിക്കുകയും എന്നിട്ട് അവർ സംസാരിക്കുമ്പോൾ അവിടെ ഭാഷയുടെയൊക്കെ ലിമിറ്റേഷൻസുകൾ വരും. പറയുന്നതിൻ്റെ രീതികളുടെ വ്യത്യാസം വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ബുദ്ധൻ പറഞ്ഞ ലാംഗ്വേജ് അല്ല
ട്രേസി പറഞ്ഞത്, അതല്ല രാമകൃഷ്ണൻ പറഞ്ഞത്, അതല്ല വിവേകാനന്ദൻ പറഞ്ഞത്, ചട്ടമ്പി സ്വാമി പറഞ്ഞത്, അപ്പം പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസ പറഞ്ഞത്, ഇവരെല്ലാവരും പറഞ്ഞതിൽ ഒരാളുടെ ജ്ഞാനം ചിലതിൽ കൂടിയിരിക്കും, ചിലതിൽ ഭക്തി കൂടുതലിരിക്കും. ഭാഷ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. സ്പിരിച്വാലിറ്റിയിൽ അത് ആ ഒരു സോള് സ്പിരിറ്റുമായിട്ട്, അതായത് മൈൻഡ് ഉപയോഗിച്ച് നമ്മൾ സ്പിരിച്വാലിറ്റിയെ കണക്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി അപ്പം ഭാഷ ഉപയോഗിക്കുമല്ലോ. ഭാഷ ഉപയോഗിക്കുമ്പോൾ ഭാഷയുടെ ലിമിറ്റേഷൻ അതിൽ വരും. ഇപ്പം സദ്യ കഴിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഗംഭീരമായിരുന്നു എന്ന് പറയും. അപ്പം അതിൽ നമ്മുടെ ആ ഗംഭീരം എന്നുള്ള വാക്കിൽ എന്തോന്നുണ്ട്, നമ്മൾ അനുഭവിച്ച ആ സദ്യയുടെ അനുഭവം അതിലുണ്ട്. പക്ഷേ കേൾക്കുന്നവനോ അനുഭവം കിട്ടിയോ? ഗംഭീരം എന്നുള്ള വാക്കല്ലേ കിട്ടിയുള്ളൂ. അതേപോലെ ഭാഷയുടെ ലിമിറ്റേഷൻ വരും.